Hi, let's continue our discussion of astronomy. നമ്മൾ ഓൾറെഡി സ്റ്റാറുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. സ്റ്റാറിന്റെ ബ്രൈറ്റ്നസ്, മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു. അതുപോലെ ടെമ്പറേച്ചറും വേവ് ലെങ്ത്തും തമ്മിലുള്ള ബന്ധം കണ്ടു. റൈറ്റ്, ഹൗ ഡു വി ദ കളർ ഓഫ് ദ സ്റ്റാർ, നമ്മൾ കാണുന്ന കളർ, സ്റ്റാറിന്റെ സ്പെക്ട്രം, റൈറ്റ്, അതും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം, അതുപോലെ സ്റ്റാറിന്റെ സൈസ്, അതിന്റെ റേഡിയസ്, റേഡിയസും ലൂമിനോസിറ്റിയും നമുക്ക് ബന്ധിപ്പിക്കാൻ അറിയാം. റൈറ്റ്, so all these things we have seen. Right, now the next thing that we are going to look at is classification of stars called the Harvard classification. Okay, അപ്പോൾ ഇതിനെ ഡിഫറെന്റ് സ്പെക്ട്രൽ ക്ലാസ്സസ് ആയിട്ടാണ് തിരിക്കുന്നത്. Right, so it was done by a Harvard group of physicists under the direction of Pickering and his associates. Okay, this is called Harvard classification or Pickering classification. ഇതിനെ Pickering classification എന്നും പറയാറുണ്ട്. Okay, അതുപോലെ ഹെൻറി ഡ്രൈപ്പർ കാറ്റലോഗ് എന്നും ഇതേ ക്ലാസിഫിക്കേഷൻ സ്കീമിനെ പറയാറുണ്ട്. Right, so all these names correspond to the same kind of classification. Okay, അപ്പോൾ അവർ ചെയ്തത്, they classified about 400,000 stars. Okay, 4 lakh stars, 400,000 stars. It was later realized that the types of spectra varied primarily because of differing temperatures of the stellar atmospheres. Okay, അപ്പോൾ ഇതുവരെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാണ് പിന്നീട് മനസ്സിലായത് ഈ സ്പെക്ട്ര എന്ന് പറയുന്നത്, അതായത് സ്പെക്ട്രം അനുസരിച്ചാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ സ്പെക്ട്രവും ടെമ്പറേച്ചറും തമ്മിലുള്ള കണക്ഷൻ ഉണ്ട് എന്നുള്ളത് പിന്നീടാണ് റിയലൈസ് ചെയ്യപ്പെട്ടത്. പക്ഷേ ഇതേ കാര്യം ഇന്ത്യൻ ആസ്ട്രോഫിസിസ്റ്റ് ആയിരുന്ന എം.എൻ. സാഹസ് ഓൾറെഡി പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാഹ ഇതുമായിട്ട് ബന്ധപ്പെട്ട തിയററ്റിക്കൽ സ്റ്റഡീസ് നടത്തിയിട്ട് നമ്മളുടെ സ്റ്റാറിന്റെ സ്പെക്ട്രം എന്ന് പറയുന്നത് അതിന്റെ ടെമ്പറേച്ചറിനെയാണ് കാണിക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിസ് സജഷൻ ഹാഡ് ഓൾറെഡി ബീൻ ദർ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പെക്ട്രൽ ക്ലാസ്സസ് ആയിട്ട് തിരിക്കുമ്പോൾ ആക്ച്വലി ഇറ്റ്സ് ഓൾസോ വാട്ട് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചേഴ്സ്. റൈറ്റ്, അപ്പോൾ ഡിഫറെന്റ് സ്പെക്ട്രൽ ക്ലാസ്സസ് ആയിട്ടാണ് തിരിച്ചത്. പക്ഷേ സ്പെക്ട്രൽ ക്ലാസ് ടെമ്പറേച്ചറുമായിട്ട് കറസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ദ ക്ലാസിഫിക്കേഷൻ ഇൻ ടേംസ് ഓഫ് സ്പെക്ട്രൽ ക്ലാസ് ഇസ് ഓൾസോ എ ക്ലാസിഫിക്കേഷൻ ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചേഴ്സ്. ഓക്കെ, സർഫസ് ടെമ്പറേച്ചേഴ്സ്. റൈറ്റ്, അപ്പോൾ ഹാർവാർഡ് ക്ലാസിഫിക്കേഷൻ സ്പെക്ട്രത്തിന്റെ ടേംസിൽ ആദ്യം ചെയ്തുകൊണ്ട്, റൈറ്റ്, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഇറ്റ്സ് ഇൻ ദ ഓർഡർ ഓഫ് ഡിക്രീസിങ് ടെമ്പറേച്ചർ. റൈറ്റ്, അപ്പോൾ ഇതിനെ ഈ ക്ലാസിഫിക്കേഷൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് നടത്തുന്നത്. ഇത്തരം ക്ലാസ്സസ് ആയിട്ടാണ് ഇതിനെ എഴുതുന്നത്. റൈറ്റ്, സോ ദീസ് ക്ലാസ്സസ് ആർ ഒ, ബി, എ, എഫ്, ജി, കെ, എം, ആർ, എൻ, എസ്, എച്ച്. ഓക്കെ, ഇങ്ങനെ ഡിഫറെന്റ് ക്ലാസ്സസ് ആയിട്ട് ഓരോ ക്ലാസ്സിനും, ഓരോ സ്പെക്ട്രൽ ക്ലാസ്സിനും ഓരോ ക്യാപിറ്റൽ ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ഒ, ബി, എ, എഫ്, ജി, കെ, എം, ആർ, എൻ, എസ്, എച്ച്. റൈറ്റ്, ഇതാണ് അതിന്റെ സ്റ്റാർട്ടിങ്. ഓക്കെ, അപ്പൊ ഇത് യൂഷ്വലി ഓർമ്മിക്കാൻ ഒരു എളുപ്പമുള്ള നിമോണിക് ഉണ്ട്. റൈറ്റ്, സോ യു ഗീവ് what is a word for each letter. Okay, and there's a very interesting mnemonic here. All right, O be a fine girl or guy. All right, so something like that, and you can use such mnemonic to remember this. All right, നിങ്ങൾ പ്രാക്ടിക്കൽ ഇതിൽ ചെയ്യുന്ന ഇലക്ട്രോണിക്സ് പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇതിന്റെ റെസിസ്റ്റൻസ്, ഓക്കെ, റെസിസ്റ്റൻസിന്റെ കളർ കോഡ് മനസ്സിലാക്കാൻ ഉള്ള ഒരു നിമോണിക് ഉണ്ട്. റൈറ്റ്, സോ സം പേഴ്സൺ ഹാഡ് എ വെരി ഗുഡ് വൈഫ്, സംതിങ് ലൈക്ക് ദാറ്റ്. അതുപോലെ ഇത് ഓർമ്മിച്ച് വെക്കാൻ എളുപ്പമുള്ള ഒരു നിമോണിക് ആണ്. ഓക്കെ, പക്ഷെ ഇതിൽ നിന്ന് പിന്നീട് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വിൽ ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. റൈറ്റ്, ഓക്കെ, അപ്പൊ ഇവിടെ സീക്വൻസ് പോകുന്നത്, ഇറ്റ് ഗോസ് ഫ്രം ഹോട്ട് ബ്ലൂ സ്റ്റാർസ്, ഓക്കെ, ടൈപ്സ് ഒ ആൻഡ് എ, ഹോട്ട് ബ്ലൂ സ്റ്റാർസ്, ടു കൂൾ റെഡ് സ്റ്റാർസ്. ഓക്കെ, അപ്പൊ ആദ്യം ഹോട്ട് സ്റ്റാർ ഹയർ ടെമ്പറേച്ചറിൽ നിന്നാണ് lower temperature-ലേക്ക് വന്നു. Right, so these are hot blue, and on the other end we have got cool red stars. Okay, K and M are cool and red stars. Okay, നമുക്കറിയാം ടെമ്പറേച്ചർ കുറഞ്ഞ, സർഫസ് ടെമ്പറേച്ചർ കുറഞ്ഞ സ്റ്റാർസ്, they are towards the red, what is the red of the wavelength. Okay, red wavelength ഇൻഫ്രാറെഡിന്റെ ഡയറക്ഷനിലാണ് അതിന്റെ വേവ് ലെങ്ത്, അല്ലെങ്കിൽ ഇൻഫ്രാറെഡിനോട് ചേർന്ന വേവ് ലെങ്സിലാണ് അത് കൂടുതൽ എനർജി റേഡിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇത് കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, ഓക്കെ, ഇപ്പൊ ഇത് അല്ലാതെ ഹോട്ട് സ്റ്റാർസ് കോൾഡ് വുൾഫ് റൈറ്റ് സ്റ്റാർസ്. ഓക്കെ, പിന്നെ WCW എന്ന് പറയും. അതായത് ഈ പറഞ്ഞ സ്റ്റാർസിലല്ല, നമ്മളിപ്പോ എഴുതിയ ക്ലാസിഫിക്കേഷനിൽ അല്ലാതെയും സ്റ്റാർസ് ഉണ്ട്. ഓക്കെ, എക്സ്പ്ലോഡിംഗ് സ്റ്റാർസ്, പെക്യുലിയർ സ്റ്റാർസ്, അതിന് പി എന്നുള്ള ഇത് വെച്ചാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, the star types R, N and S actually overlap the class M. Right, so R and N have been reclassified as C type stars. Okay, the C standing for carbon stars. അപ്പോൾ ഇത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അല്ല. Alright, there is a lot of confusion and it's a bit messy. Alright, so എല്ലാ കാര്യങ്ങളും ഇതിന് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് there's a lot of confusion and lot of prefixes, suffixes and all the subclasses and all these things. Alright, so it's a slightly complicated system of classification. പക്ഷേ ഇതിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലാണുള്ളത്.
ഓക്കെ, അതുപോലെ എൽ എന്നുള്ള ഒരു ക്ലാസ് റീസെന്റ് ആഡ് ചെയ്തിട്ടുണ്ട് എമ്മിന്റെയും ആറിന്റെയും ഇടയിൽ. ഓൾറൈറ്റ്, എമ്മിന്റെയും ആറിന്റെയും ഇടയിൽ ഒരു എൽ എന്നുള്ള ഇതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറൈറ്റ്, സോ യു ക്യാൻ ലുക്ക് അറ്റ് ഇറ്റ്. ഇപ്പൊ നിമോണിക്കലി എൽ നമ്മുടെ നേരത്തെ ഉപയോഗിച്ച നമ്മൾ നിമോണിക് ഉപയോഗിച്ചതിൽ ഈ എൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യാന്ന് നമുക്ക് ആലോചിച്ച് നോക്കാവുന്നതാണ്. ഓൾറൈറ്റ്, ഇറ്റ്സ് നോട്ട് വെരി ഡിഫിക്കൽട്ട് ടു റിമെമ്പർ. ഓക്കെ, ഇനി ഇതല്ലാതെ ഓരോ സ്പെക്ട്രൽ ക്ലാസ്സിനെയും വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട് 10 സ്പെക്ട്രൽ ക്ലാസ്സസ് ആയിട്ട്. സോ ദർ 0, 1, 2, 3 അപ് ടു 9. ഓക്കെ, അപ്പോൾ അതായത് O0, O1, O2, O3 അല്ലെങ്കിൽ A0, A1, A2, A3 എന്നിങ്ങനെ ഇതിനെ സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, അതായത് ഓരോ സ്പെക്ട്രൽ ക്ലാസ്സിനെയും ഓരോ മെയിൻ സ്പെക്ട്രൽ ക്ലാസ്സിനെയും സെപ്പറേറ്റ് 10 സ്പെക്ട്രൽ ക്ലാസ്സസ് ആയിട്ട് വീണ്ടും സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് A1 സ്റ്റാർ ഇസ് ഹോട്ടർ ദാൻ A8 സ്റ്റാർ. നമുക്കറിയാം ഡിക്രീസിങ് ടെമ്പറേച്ചറിന്റെ ഓർഡറിലാണുള്ളത്. സോ A1 സ്റ്റാർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഹോട്ടർ ദാൻ A8 സ്റ്റാർ. ഓക്കെ, ഇറ്റ് ഇസ് ഹോട്ടർ ദാൻ F0 സ്റ്റാർ. F0 സ്റ്റാറിനേക്കാൾ ഹോട്ടർ ആയിട്ടുള്ളതാണ് A8 സ്റ്റാർ. അങ്ങനെ റൈറ്റ്. അതുപോലെ പ്രിഫിക്സസ് ഉപയോഗിക്കും. എമിഷൻ ലൈൻസ് ഉള്ളതിന് നമ്മൾ ഇ എന്നുള്ളൊരു സഫിക്സ് ഉപയോഗിക്കും. റൈറ്റ്, so suffix or prefix, we use all the suffixes or prefixes. All right, we have to look it up. അതുപോലെ മെറ്റാലിക് ലൈൻസ് ഉണ്ടെങ്കിൽ will denote it by an M. peculiar spectrum ആണെങ്കിൽ will denote it by an extra letter P. variable spectrum with V and blue or red shifted line Q. All right, അപ്പോൾ ഇങ്ങനെ ഇനീഷ്യലി ഒ ബി എ എന്നിങ്ങനെയുള്ള സ്പെക്ട്രൽ ക്ലാസ്സസ് ഉണ്ട്. അതിൽ തന്നെ 10 subdivision ഉണ്ട്. each spectral class is divided into 10 subdivisions. All right, ഇനി സബ്ഡിവിഷനിൽ തന്നെ we can denote whether it has emission lines or metallic lines, peculiar spectrum, etc. Right, അപ്പോൾ ഈ രീതിയിലുള്ള ഇത് ഉപയോഗിച്ച് so we may use like B7 and then with M something like that. Right, അപ്പോൾ ഇങ്ങനെയുള്ള പല ഇത് ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റാർസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്, അപ്പോൾ ഇത് ഹിസ്റ്റോറിക്കൽ റീസൺ ആണ്. ഈ ഹോട്ടർ ടൈപ്പ് സ്റ്റാർസിനെ ഏർലി ടൈപ്പ് സ്റ്റാർസ് എന്നാണ് വിളിച്ചിരുന്നത്. റൈറ്റ്, അറ്റ് ദാറ്റ് ടൈം they didn't know much about these things. ഓക്കെ, ഈ OA ടൈപ്പ് അല്ലെങ്കിൽ OAB ഈ സ്പെക്ട്രൽ ക്ലാസ്സിൽ ആദ്യത്തെ വരുന്ന ക്ലാസ്സിലുള്ള സ്റ്റാർസിനെ ഏർലി ടൈപ്പ് സ്റ്റാർസ് എന്ന് വിളിച്ചിരുന്നു. അതുപോലെ കൂളർ ആയിട്ടുള്ള സ്റ്റാർസിനെ ലേറ്റർ ടൈപ്പ് സ്റ്റാർസ് എന്നും വിളിച്ചിരുന്നു. റൈറ്റ്, സോ ഇറ്റ് ഈസ് മോർ ഫോർ ഹിസ്റ്റോറിക്കൽ റീസൺസ്. അതുപോലെ എഫ് ആൻഡ് ജി എന്നുള്ളതിനെ ഇന്റർമീഡിയറ്റ് ടൈപ്പ് സ്റ്റാർ. റൈറ്റ്, ദീസ് ആർ ഡിഫറെന്റ് terms that we use to describe them. Okay, റൈറ്റ്, അപ്പൊ ഈ എന്താണ് അപ്പിയറൻസ്, ഈ സ്പെക്ട്രത്തിന്റെ അപ്പിയറൻസ് എങ്ങനെയാണ് ടെമ്പറേച്ചറിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് സ്പെക്ട്രം എടുത്ത് നോക്കുമ്പോൾ എമിഷൻ ലൈൻസ്, അബ്സോർപ്ഷൻ ലൈൻസ് ഒക്കെ ഉണ്ടാവും. റൈറ്റ്, ദീസ് തിങ്സ് ആർ അഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ. റൈറ്റ്, അപ്പൊ ഇതിനെ ടെമ്പറേച്ചർ എങ്ങനെയാണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന സംശയം തോന്നുകയാണെങ്കിൽ വിൽ ജസ്റ്റ് കൺസിഡർ ദ ബാൽമർ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, ഈ ഹൈഡ്രജന്റെ ബാൽമർ ലൈൻസ്. ഓക്കെ, ബാൽമർ ലൈൻസ് എങ്ങനെയാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ അഫക്റ്റ് ചെയ്യപ്പെടുന്നത് നോക്കാം. റൈറ്റ്, we just want to demonstrate how the temperature can affect the spectrum. Okay, well, let's look at the Balmer lines. Okay, ഇത് എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ കാരണം ഹൈഡ്രജനിലുള്ള ട്രാൻസിഷൻ ലൈൻസ് ആണ് ബാൽമർ ലൈൻസ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. ബാൽമർ സീരീസ് അല്ലെ ബാൽമർ ലൈൻസ്, ഫണ്ട് ലൈൻസ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദീസ് ആർ ജസ്റ്റ് ഫോർ ഹൈഡ്രജൻ. ഓക്കെ, ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് യൂഷ്വലി സ്റ്റാറിന്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂന്റ് ഹൈഡ്രജൻ ആണ്. അബൌട്ട് 75% ഓഫ് എ ടിപ്പിക്കൽ സ്റ്റാർ. ഓക്കെ, പക്ഷേ ബാൽമർ ലൈൻസ് നമ്മൾ എപ്പോഴും സ്റ്റാറിന്റെ സ്പെക്ട്രത്തിൽ കാണാറില്ല. റൈറ്റ്, അപ്പോൾ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഹൈഡ്രജനുള്ള ട്രാൻസിഷൻ, റൈറ്റ്, ഹൈഡ്രജനുള്ള ട്രാൻസിഷന് കറസ്പോണ്ട് ചെയ്ത ലൈനാണ് ബാൽമർ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസിഷൻ എല്ലായ്പ്പോഴും ഈ ബാൽമർ ലൈൻസ് കാണുന്നില്ല. വിൽ സീ വൈ. ഈ ബാൽമർ അബ്സോർപ്ഷൻ ലൈൻസ് ആണ്. അബ്സോർപ്ഷൻ ലൈൻസ് സംഭവിക്കുന്നത് when the electron goes from second energy level, right, from a transition from second energy level to higher energy level. Okay, അതായത് സെക്കൻഡ് എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് ഒരു ഫോട്ടോണിൽ നിന്നുള്ള എനർജി അബ്സോർബ് ചെയ്ത് ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് നമ്മൾ ഈ ബാൽമർ ലൈൻസ് കാണുന്നത്. ദിസ് ദ റീസൺ ഫോർ ബാൽമർ ലൈൻസ്. ദീസ് ആർ അബ്സോർപ്ഷൻ ലൈൻസ്. അപ്പോൾ ആ പെർട്ടിക്കുലർ എനർജിക്ക് കറസ്പോണ്ട് ചെയ്യുന്ന വേവ് ലെങ്ത് മിസ്സിംഗ് ആയിരിക്കും. സോ വിൽ സി ഡാർക്ക് ലൈൻസ് ഇൻ ദ സ്പെക്ട്രം. ഓക്കെ, പക്ഷേ സ്റ്റാർ 10,000 കെൽവിനേക്കാളും ഹോട്ടർ ആണെങ്കിൽ, ഇഫ് ദ സ്റ്റാർ സർഫസ് ടെമ്പറേച്ചർ, ഇഫ് ദ സ്റ്റാർ സർഫസ് ടെമ്പറേച്ചർ ഇസ് മോർ ദാൻ 10,000 കെൽവിൻ, അങ്ങനെയാണെങ്കിൽ ഈ ഫോട്ടോൺസ്, ഓക്കെ, ഫോട്ടോൺസ് ഹൈലി എനർജറ്റിക് ആണ്. ഇറ്റ് ക്യാൻ അയണൈസ് ദ ഹൈഡ്രോജൻ ആറ്റം. ഹൈഡ്രോജൻ ആറ്റത്തിനെ അയണൈസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അതായത് ഇറ്റ് ക്യാൻ കിക്ക് ഇലക്ട്രോൺ ഔട്ട് ഓഫ് ദ ഹൈഡ്രോജൻ ആറ്റംസ്. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് അയണൈസേഷൻ. അപ്പോൾ ഈ അയണൈസേഷൻ സംഭവിക്കുമ്പോൾ അബ്സോർപ്ഷൻ കാരണമുള്ള ബാൽമർ ലൈൻസ് ഉണ്ടാവില്ല, ബിക്കോസ് ഇറ്റ് ഹാസ് ബീൻ അയണൈസ്ഡ്. സോ ഹൈഡ്രോജൻ ആറ്റത്തിന് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ഇറ്റ് കനോട്ട് പ്രൊഡ്യൂസ് അബ്സോർപ്ഷൻ ലൈൻസ്. ഓക്കെ,
So the Balmer lines will be relatively weak in the spectra of hot stars. So hot star എടുക്കുകയാണെങ്കിൽ Balmer lines എന്ന് പറയുന്നത് weak ആയിരിക്കും. Okay, O type star up to B2 ഇതിന്റെ Balmer lines weak ആയിരിക്കും. Okay, ഇനി അതേസമയം ടെമ്പറേച്ചർ സ്റ്റാറിന്റെ സർഫസ് ടെമ്പറേച്ചർ 10,000 കെൽവിനേക്കാളും വളരെ ചെറുതാണെങ്കിലോ, ഓക്കെ, വളരെ കുറവാണെങ്കിൽ, ഓക്കെ, വളരെ കുറഞ്ഞ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇത് ഫസ്റ്റ് എനർജി സ്റ്റേറ്റിലായിരിക്കും. ഹൈഡ്രജൻ ആറ്റംസ് എല്ലാം തന്നെ അതിന്റെ ഫസ്റ്റ് എനർജി ഇലക്ട്രോണുകൾ ഫസ്റ്റ് എനർജി സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ many of the photons passing through the atmosphere do not have enough energy to boost the electron from first to the second energy level. അപ്പോൾ ടെമ്പറേച്ചർ വളരെ കുറവാണെങ്കിൽ this means that the photons are less energetic, right? So the electrons don't even go to the second energy level, right? So therefore very few atoms will have electrons in the second energy level, and only these electrons will absorb the photons, characteristic of the Balmer lines. സെക്കൻഡ് എനർജിയിൽ നിന്ന് ഹയർ എനർജിയിലേക്ക് പോകുമ്പോഴാണ് ബാൽമർ അബ്സോർപ്ഷൻ ലൈൻസ് ഉണ്ടാകുന്നത്. പക്ഷെ സെക്കൻഡ് ലെവലിൽ ഇലക്ട്രോണുള്ള ആറ്റങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ട് ഇത് കാരണം ലോ ടെമ്പറേച്ചറിലും ബാൽമർ ലൈൻസ് വളരെ വീക്ക് ആയിരിക്കും. ഇറ്റ്സ് ഓൾമോസ്റ്റ് ആബ്സെന്റ്, റൈറ്റ്? അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ് ഓൾസോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ആബ്സെന്റ് ഫ്രം ദ സ്പെക്ട്രം ഓഫ് കൂൾ സ്റ്റാർസ്. അതായത് M0 M2 സ്റ്റാർസ് എടുക്കുകയാണെങ്കിൽ, അതിന്റെ നമ്മൾ സ്പെക്ട്രൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിൽ കൂളർ ആയിട്ട് വരുന്ന സ്റ്റാർസിൽ ബാൽമർ ലൈൻസ് ഏറെക്കുറെ ആബ്സെന്റ് ആയിരിക്കും. Balmer lines prominent ആകണമെങ്കിൽ it must be hot enough to excite the electrons out of level 1, but not so hot that the hydrogen becomes ionized. Okay, അതായത് ലെവൽ 1ൽ നിന്ന് എക്സൈറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി ഫോട്ടോൺസിന് വേണം എന്ന് മാത്രമല്ല ഹൈഡ്രോജൻ അയണൈസ് ചെയ്യാൻ മാത്രമുള്ള എനർജി ഉണ്ടാവാനും പാടില്ല, റൈറ്റ്? അപ്പോൾ ഈ 9000 കെൽവിൻ, അറൌണ്ട് 9000 കെൽവിൻ ഉള്ള സർഫസ് ടെമ്പറേച്ചർ ഉള്ള സ്റ്റാർസിലാണ് ബാൽമർ ലൈൻസ് പ്രോമിനന്റ് ആയിട്ട് കാണുക. ഓക്കെ, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബാൽമർ ലൈൻസ് കാണുക. ഓക്കെ, ഇത് വരുന്നത് A0 to A5 സ്റ്റാർസിലാണ്. നമുക്കറിയാം ഈ OAB ആ ക്ലാസിഫിക്കേഷൻ ഉള്ളത് OBA, ഓക്കെ, OBAF G അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ ഉള്ളത് ടെമ്പറേച്ചറിന്റെ അടിസ്ഥാനം, കാരണം സ്പെക്ട്രൽ ക്ലാസിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയെങ്കിലും അത് ഹയർ ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇതിൽ A0 to A5 സ്റ്റാർ, അതായത് A എന്നുള്ള സ്പെക്ട്രൽ ക്ലാസ്സിൽ 0 to 5 സബ് ഡിവിഷൻ, റൈറ്റ്? ഇത്രയും സ്റ്റാർസിൽ മാത്രമാണ് ഇത്രയും സ്റ്റാർസിലാണ്, ഈ ക്ലാസ്സിൽ പെടുന്ന സ്റ്റാർസിൽ മാത്രമാണ് ഹൈഡ്രോജൻ ലൈൻസ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, the Balmer lines of hydrogen become increasingly prominent as you go from type B0 to A0. Right? From A0 through F and G class, the lines weaken and almost fade away. Okay, അതായത് ടെമ്പറേച്ചർ കുറഞ്ഞ റീജിയനിലേക്ക് പോകുമ്പോൾ, ടെമ്പറേച്ചർ കുറഞ്ഞ സ്റ്റാർസിലേക്ക് പോകുമ്പോൾ ബാൽമർ ലൈൻസ് ഫെയ്ഡ് അവേ. Okay, the sun, a G2 star, നമ്മുടെ സൺ വരുന്നത് ഈ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് എ G2 star. Okay, so I think it may be good to remember that sun is a G2 star. It has a spectrum dominated by lines of calcium and iron. Okay, അപ്പോൾ സണ്ണിന്റെ സ്പെക്ട്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ കാൽഷ്യവും അയണും, കാൽഷ്യത്തിന്റെ അയണിന്റെയും അബ്സോർപ്ഷൻ, അതിന്റെ അത് അബ്സോർബ് ചെയ്യുന്ന വേവ് ലെങ്ത് ആയിട്ട് ബന്ധപ്പെട്ട ലൈൻസ് ആണ് G2 സ്റ്റാറിൽ കാണുന്നത്. ഓക്കെ, ഇത് മാത്രമല്ല ഈ സ്റ്റാറിനെ നമ്മൾ വീണ്ടും ലൂമിനോസിറ്റി അനുസരിച്ചും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതായത് സ്പെക്ട്രൽ ക്ലാസ്സിൽ തന്നെ ലൂമിനോസിറ്റിയെ കാണിക്കുന്ന ഒരു സബ്സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ പ്രിഫിക്സോ സഫിക്സോ കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓൾറൈറ്റ്, അപ്പോൾ സൂപ്പർ ജയൻസ് ആണെങ്കിൽ വിൽ കോൾ ഇറ്റ് ആസ് 1. ഓക്കെ, സൂപ്പർ ജയൻസ് ആർ ഹ്യൂജ് സ്റ്റാർസ്, ഓൾറൈറ്റ്, ഹ്യൂജ് സ്റ്റാർസ്. ബ്രൈറ്റ് ജയൻസിനാണെങ്കിൽ 2, ജയൻസിനാണെങ്കിൽ 3. ഓൾറൈറ്റ്, these are kinds of stars that we see. Super giants are stars which are very big and giants are big stars. Okay, വളരെ വലിയ സ്റ്റാർസ് ആണ് ജയൻസ്, പക്ഷെ സൂപ്പർ ജയൻസിനെക്കാളും ചെറുതാണ്. ഓക്കെ, ജയൻസിൽ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള ജയൻസ് ഉണ്ട്, അത്ര ബ്രൈറ്റ് അല്ലാത്ത ജയൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ 2, 3 എന്നിടും. സബ് ജയൻസ് ഉണ്ട്. ദിസ് വിൽ ബി കോൾഡ് ആസ് ഗിവൺ ബൈ എ ലെറ്റർ, റോമൻ ലെറ്റർ 4, റോമൻ നമ്പർ 4. ഡ്വാർഫ്സ് ഉണ്ട്. ഓക്കെ, ഡ്വാർഫ്സ്, സബ് ഡ്വാർഫ്സ്, വൈറ്റ് ഡ്വാർഫ്സ്. ഓക്കെ, ഇത് ചെറിയ സ്റ്റാർസ് ആണ്. അതായത് സ്റ്റാറിന്റെ സൈസ് അനുസരിച്ചാണ് ഈ സബ് ക്ലാസിഫിക്കേഷൻ പോകുന്നത്. Okay, so there are dwarfs, sub-dwarfs and white dwarfs. This will be denoted by Roman numbers 5, 6 and 7. Okay, all right. But this is a rather complex and very confusing system. ആദ്യം പറഞ്ഞ പോലെ ഇത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റം ആണ്. So but it's all there in available in print and you can look it up anytime you want. You may not have to remember all the details. Okay, you just need to have a rough idea of this classification and then you can always look it up in your computer or on your phone. Okay, so but this is the classification that's widely used. Several classes of spectral type are no longer in use. പല ക്ലാസ്സസ് നമ്മൾ നേരത്തെ എഴുതിയതിൽ പലതും ഇപ്പോൾ ഉപയോഗത്തിലില്ല. ഓക്കെ, അതുപോലെ ലൂമിനോസിറ്റി ക്ലാസിഫിക്കേഷനും ഏത് ഇതിലാണ് പെടുത്തേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ,
സോ അതുപോലെ ഡിസഗ്രിമെന്റ് ഉണ്ട്, ഇതിൽ തന്നെ പല ഡിസഗ്രിമെന്റ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു സ്റ്റാറിനെ F9 എന്നിടണോ അതോ G0 എന്നിടണോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞ ടെമ്പറേച്ചറിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ G0-ലാണോ അതോ അതിന്റെ തൊട്ടടുത്ത് F9-ലാണോ ഇതിനെ ഇടുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. ബട്ട് ദിസ് സിസ്റ്റം ഇസ് ജനറലി യൂസ്ഡ് ആൻഡ് വിൽ ബി യൂസിങ് ദിസ്. അപ്പൊ അതിന്റെ ചില ക്ലാസിഫിക്കേഷന്റെ എക്സാമ്പിൾസ് ആണ് ഈ സ്റ്റാർസ്. പറഞ്ഞിരിക്കുന്ന സ്റ്റാർസ് ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. Right, you see that the spectral class വന്നിട്ടുണ്ട്, അതുപോലെ 2 എന്നുള്ള നമ്പർ, and then there's a 3 Roman numeral, and then there's a P here. Okay, അപ്പോൾ K നമ്മൾ ആദ്യം എഴുതിയ OBA, OAB, KG എന്നൊക്കെ എഴുതിയല്ലോ, അതിലുള്ള K ആണ്. Alright, 2 എന്ന് പറയുന്നത് അതിന്റെ സബ് ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മൾ പറഞ്ഞത് 0 to 9 എന്നിങ്ങനെ 10 സബ് ഡിവിഷൻസ് ഉണ്ട്. This 3 may say something about the luminosity, and this P may be about the peculiar features. Okay, something like that. Okay, you can look up the details. അതുപോലെ ഇങ്ങനെ ഒരു സ്റ്റാർ ആണെങ്കിൽ there is a star classified as B81A, okay, G83, all right, and all these sorts of classifications are there. Okay, and some of them are even more confusing. All right, so there are all sorts of letters in there. All right. അപ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ സ്റ്റാർ ഗേസ് നടത്തുകയാണെങ്കിൽ യു വിൽ സീ സെവറൽ O and B ടൈപ്പ്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ നേക്കഡ് ആയി കൊണ്ടോ അല്ലെങ്കിൽ ടെലിസ്കോപ്പ് കൊണ്ട് നോക്കുകയാണെങ്കിൽ, നോർമൽ ടെലിസ്കോപ്പ് കൊണ്ട് നോക്കുകയാണെങ്കിൽ യു വിൽ സീ O, B, A, some F and G ടൈപ്പ്. ഓക്കെ, ലിറ്റിൽ ബിറ്റ് ഓഫ് K and more M ടൈപ്സ്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി യഥാർത്ഥത്തിലുള്ള സ്റ്റാറിന്റെ ഡിസ്ട്രിബ്യൂഷനെ റെപ്രസെന്റ് ചെയ്യുന്ന കാര്യമല്ല ഇത്. കൂടുതൽ ലോ സ്റ്റാർസും കുറച്ച് കൂടുതൽ എം ടൈപ്പ് സ്റ്റാർ ഒക്കെ ഉള്ളത് അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ഇതിന്റെ റെപ്രസെന്റേഷൻ അല്ല. ഓക്കെ, നമ്മൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ദ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദ സ്റ്റാർസ് ഇൻ അവർ ഗാലക്സി, over 72% of them are faint, cool and red M type stars. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് കാണാത്തതാണ്. ബട്ട് മെജോറിറ്റി ഓഫ് ദം ആർ M type stars. ഓക്കെ, പക്ഷെ നമ്മൾ കൂടുതൽ കാണുന്നത് സ്വാഭാവികമായിട്ടും ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റാർസ് ആയിരിക്കും. ബ്രൈറ്റ് ആയിട്ട് നമ്മൾ കാണുന്ന സ്റ്റാർ എന്ന് പറയുന്നത് it's only 0.005%. Okay, that's a very small number. That's a very small fraction. നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ കാണുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ആക്ച്വലി ഉള്ള നക്ഷത്രങ്ങളുടെ വളരെ ചെറിയൊരു ശതമാനമാണ്. Right? We actually see a lot of stars. Okay, സ്റ്റാർസിനെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ പറയും. Okay, but that's only very small percent of all the stars that actually exist. Okay, അതായത് ഒരു O type സ്റ്റാറിന് കറസ്പോണ്ട് ചെയ്യുന്ന 1.7 million M type star ഉണ്ട്. Right? For every O type star, there are about 1.7 million M type star. Okay, അത്ര മടങ്ങ് 1.7 million മടങ്ങ് എണ്ണം M type stars ഉണ്ട്. Okay. അടുത്തത് നമ്മൾ ക്ലാസിഫിക്കേഷനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ കണ്ടു. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്ത് വായിച്ച് നോക്കുകയാണെങ്കിൽ, പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റാർസിന്റെ ഒരു ലാർജ് നമ്പർ ഓഫ് സ്റ്റാർസ് അത് ഏത് ക്ലാസ്സിലാണ് പെടുന്നതെന്ന് ഇതിന്റെ ടേബിൾ ഒക്കെ കാണാൻ കഴിയും. സോ ഐ സജസ്റ്റ് ദാറ്റ് യു ലുക്ക് ഇറ്റ് അപ്പ്. ഐ ഹാവന്റ് ഇൻക്ലൂഡഡ് ഇറ്റ് ഇൻ ദ പ്രസന്റേഷൻ. The next thing that we look at is the Hertzsprung-Russell diagram. Hertzsprung-Russell diagram. അപ്പോൾ നിങ്ങൾ പാർട്ടിക്കിൾ ഫിസിക്സ് ഒക്കെ പഠിച്ചപ്പോൾ ചെയ്തിട്ടുള്ള പോലെ പാർട്ടിക്കിൾസിനെ ക്ലാസിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ഇനീഷ്യലി വളരെ റാൻഡം ആയിട്ടുള്ള കുറെ പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യു പ്ലോട്ട് various parameters against some other parameters. All right, but some of these plots are very helpful and very interesting. All right, so you might, for particles in the കാര്യം എടുക്കുകയാണെങ്കിൽ, you might plot the third component of isospin, all right, I3, with the strangeness or all these things. Right, various pictures exist. Okay, അതുപോലെ സ്റ്റാർസിന് നമുക്കൊരു പിക്ചർ വരയ്ക്കാം. We can make a plot of these pictures. All right, and it's very useful. Right, ഇതിനെ നമ്മൾ Hertzsprung-Russell diagram. ഓക്കെ, Hertzsprung-Russell എന്നീ ആൾക്കാർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അവർ ചെയ്ത സമയത്ത് അവർ പ്രതീക്ഷിച്ചിട്ടില്ല. ബട്ട് when they plotted, when they made a plot, they saw that there was a nice pattern emerging. Okay, so it's one of the most important and useful diagrams in the study of astronomy. That's what we are going to look at. Okay, all right, so this was done by Danish astronomer by the name Hertzsprung. അപ്പോൾ ഇദ്ദേഹം ചെയ്തത്, he plotted the absolute magnitude of stars. Okay, absolute magnitude നമ്മൾ പറഞ്ഞിട്ടുണ്ട്. We have discussed it in the previous set of slides. Okay, absolute magnitude നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ absolute magnitude ആക്ച്വലി ഇതിന്റെ ആക്ച്വൽ ലൂമിനോസിറ്റി, സ്റ്റാറിന്റെ ആക്ച്വൽ ലൂമിനോസിറ്റി ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Okay, the absolute magnitude tells us something about the luminosity. Okay, അപ്പോൾ ഈ ലൂമിനോസിറ്റിയും അല്ലെങ്കിൽ absolute magnitudeും കളറും
Okay, absolute magnitude versus color, അല്ലെങ്കിൽ spectrum. Color എന്ന് പറഞ്ഞാൽ it's the spectrum that you see, right? Typically the color. So he plotted absolute magnitude, that is luminosity, versus color, and color is something that tells us about temperature. Okay, but basically plot is luminosity versus temperature. In effect, what he plotted was luminosity versus temperature. Okay, an American astronomer Russell independently plotted spectral types versus absolute magnitude. Spectral types നമ്മൾ പറഞ്ഞു temperature നെ കാണിക്കുന്നതാണ്. Right? The spectral type has something to do with temperature. It's directly related to temperature. But spectral type versus absolute magnitude ചെയ്യുമ്പോഴും what we actually get is luminosity versus temperature. Okay. So they both realized that certain unsuspected patterns began to emerge. And furthermore, an understanding of these patterns was crucial to the study of stars. All right, so we are going to see some orders, some order in all this mess. All right. So in recognition of the pioneering work of these astronomers, the graph was known as Hertzsprung-Russell diagram, അല്ലെങ്കിൽ simply HR diagram. All right, we call it as HR diagram, അല്ലെങ്കിൽ HR diagram. Okay, we call with a hyphen, and sometimes it's written without a hyphen, but HR diagram. Okay, Hertzsprung-Russell diagram. So when we start studying astronomy, this is one of the most important things that you will come across. Okay, all right. For Hertzsprung-Russell diagram, ഇവിടെ ചെയ്തിരിക്കുന്നത് luminosity is plotted against spectral type of a selection of stars. Okay, so അതായത് ഈ ഒരു സൈഡിൽ luminosity, ഒരു ആക്സിസിൽ luminosity, വേറെ സൈഡിൽ spectral type അല്ലെങ്കിൽ temperature. Okay, spectral type or temperature. Let's say spectral type first. Spectral type anyway corresponds to temperature. Alright. അപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ലൂമിനോസിറ്റി ഒരു പെർട്ടിക്കുലർ സ്പെക്ട്രൽ ടൈപ്പിലുള്ള സ്റ്റാറിനെ അവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യും. ഓക്കെ, ഹൈ ലൂമിനോസിറ്റി ഉള്ള സ്റ്റാറും ഓ സ്പെക്ട്രൽ ടൈപ്പ് ഉള്ള സ്റ്റാർ ആണെങ്കിൽ വിൽ പ്ലോട്ട് ഇറ്റ് ഹിയർ. റൈറ്റ്, അങ്ങനെയുള്ള സ്റ്റാറിന്റെ പ്ലോട്ടാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. റൈറ്റ്, ഈ ഗ്രാഫിൽ നമ്മൾ ആക്ച്വലി ഈ സ്റ്റാർസിനെ പ്ലോട്ട് ചെയ്യാണ്. ഈ ഗ്രാഫിൽ എല്ലാ സ്റ്റാറിനെയും പൊസിഷൻ ചെയ്യുകയാണ്. സം ഓഫ് ദ ബ്രൈറ്റസ്റ്റ് സ്റ്റാർസ് ആർ ഷോൺ. എല്ലാ സ്റ്റാർസും ഇല്ല, സം ഓഫ് ദ ബ്രൈറ്റസ്റ്റ് സ്റ്റാർസ് ആർ ഷോൺ. ഈച്ച് ഡോട്ട് റെപ്രസെന്റ്സ് എ സ്റ്റാർ whose spectral type and luminosity have been determined. നമുക്ക് ലൂമിനോസിറ്റിയും സ്പെക്ട്രൽ ടൈപ്പും അറിയാവുന്ന സ്റ്റാർസിനെയാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡോട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ദിസ് കറസ്പോണ്ട്സ് ടു എ സ്റ്റാർ വിത്ത് എ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ലൂമിനോസിറ്റി ഓൺ ദിസ് ആക്സിസ് ആൻഡ് എ പെർട്ടിക്കുലർ സ്പെക്ട്രൽ ടൈപ്പ്. ഓക്കെ, ഇറ്റ് കുഡ് ബി ലൈക്ക് B0, B1, B2, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാർസിനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, യു സീ ദാറ്റ് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി റാൻഡം. ഇങ്ങനെ റാൻഡംലി ഈ പ്ലോട്ടിൽ ഇതിങ്ങനെ ചിതറിക്കെടുക്കില്ല, ബട്ട് ദർ ഇസ് സം ഓർഡർ, ദർ ഇസ് സം പാറ്റേൺ. റൈറ്റ്, മീൻസ് ദാറ്റ് ദർ ഇസ് സം കോറിലേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ള ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈനാണ്, ദിസ് ഇസ് സപ്പോസ് ടു ബി എ ബ്ലൂ ലൈൻ. ഓക്കെ, ഇവിടെ വരച്ചിരിക്കുന്ന ബ്ലൂ ലൈനാണ്. വി ഡോണ്ട് സീ ദാറ്റ് ക്ലിയർലി ബിക്കോസ് ദ പിക്ചർ ഹാസ് ബീൻ minimized to the screen, but what we see here is that this line, all right, this line, this particular line, ഈ ലൈൻ ഒരു പെർട്ടിക്കുലർ ലൈനിൽ കുറേ സ്റ്റാർസ് ഉണ്ട്. റൈറ്റ്, ഒരു പെർട്ടിക്കുലർ ലൈനിൽ കുറേ സ്റ്റാർസ് ഉണ്ട്. റൈറ്റ്, ഇതിനെയാണ് നമ്മൾ മെയിൻ സീക്വൻസ് എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ്, ദിസ് ഇസ് നെയിംഡ്, ദിസ് പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഇസ് നെയിംഡ് ദ മെയിൻ സീക്വൻസ്. അത് അപ്പർ ലെഫ്റ്റ് കോർണറിൽ നിന്ന് ലോവർ റൈറ്റ് കോർണർ വരെ ഏകദേശം ഡയഗണൽ ആയിട്ട് കിടക്കുന്ന ഈ സ്റ്റാർസ്, ഈ സ്റ്റാർസിനെയാണ് നമ്മൾ മെയിൻ സീക്വൻസ് സ്റ്റാർസ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്, അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ സർഫസ് ടെമ്പറേച്ചർ, റൈറ്റ്, ഈ സ്പെക്ട്രൽ ടൈപ്പിന്റെ ഒപ്പം തന്നെ സർഫസ് ടെമ്പറേച്ചർ എഴുതാം. കാരണം ഓരോ സ്പെക്ട്രൽ ടൈപ്പും ഓരോ സർഫസ് ടെമ്പറേച്ചറുമായിട്ടാണ് കറസ്പോണ്ട് ചെയ്യുന്നത്. റൈറ്റ്, അപ്പോൾ ഇത് തന്നെ ഈ സ്പെക്ട്രൽ ടൈപ്പിന് കറസ്പോണ്ട് ചെയ്യുന്ന സർഫസ് ടെമ്പറേച്ചർ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, യു ക്യാൻ സീ ദ ടെമ്പറേച്ചർ ഹിയർ. റൈറ്റ്, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത്. അതിന്റെ കാരണം ഇവർ പ്ലോട്ട് ചെയ്തതാണ്, ഇനീഷ്യലി പ്ലോട്ട് ചെയ്ത് O to M അങ്ങനെയാണ്, O മുതൽ M വരെയാണ് സ്പെക്ട്രൽ ക്ലാസ് വെച്ചാണ് പ്ലോട്ട് ചെയ്തത്. പക്ഷേ സ്പെക്ട്രൽ ക്ലാസ് O കറസ്പോണ്ട്സ് ടു ഹയർ ടെമ്പറേച്ചർ. റൈറ്റ്, സോ ദാറ്റ്സ് വൈ വി ഹാവ് ഇറ്റ് ലൈക്ക് ദിസ്. റൈറ്റ്, അതുപോലെ ഈ ലൂമിനോസിറ്റി എന്ന് തന്നെ അനദർ മെഷർ ഓഫ് ലൂമിനോസിറ്റി ഇസ് ദ അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ്. സോ യു ക്യാൻ ഓൾസോ റൈറ്റ് ദ കറസ്പോണ്ടിങ് അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ്സ് ഇൻ ദ. ഓക്കെ, റൈറ്റ്, so let's look at it in a little bit more detail. Each dot on the diagram represents a star whose properties such as spectral type and luminosity have been determined. Okay, let's look at some key features of the diagram. Okay, the horizontal axis represents stellar temperature or equivalently the spectral type. Okay, it gives you the same idea. The temperature increases from right to left. Okay, നേരത്തെ കാണിച്ച അതേ ചിത്രം തന്നെയാണ് ഇവിടെ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. Okay, you see that the temperature increases from right to left. Okay, the reason for this is that they originally based it on this classification O, B, A, F, G, K, M.
right? Where hot O-type stars are on the left and cool M-type stars are on the right. Okay, അപ്പോൾ ഈ ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധമൊക്കെ പിന്നീടാണ് മനസ്സിലായത്. Right? So in effect ഈ classification scheme മാറ്റിയില്ല. So when you look at the temperature increasing from right to left. Right? അപ്പോൾ റൈറ്റ് സൈഡിലുള്ളത് കൂൾ സ്റ്റാർസും ലെഫ്റ്റ് സൈഡിലുള്ളത് ഹോട്ട് സ്റ്റാർസും ആണ്. The vertical axis represents stellar luminosity. Okay, measured in unit of sun's luminosity. അപ്പോൾ സണ്ണിന്റെ ലൂമിനോസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ലൂമിനോസിറ്റി, ആ യൂണിറ്റ്സിലാണ് ഇവിടെ ലൂമിനോസിറ്റി പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ യൂണിറ്റ്സിലാണ് ഇവിടെ ലൂമിനോസിറ്റി പ്ലോട്ട് ചെയ്തിരിക്കുന്നത്, അതായത് സണ്ണിന്റെ ലൂമിനോസിറ്റിയുടെ എത്ര മടങ്ങാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ അത് ആക്ച്വലി അതങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ ലൂമിനോസിറ്റിയുടെ റേഞ്ച് വളരെ കൂടുതലായതുകൊണ്ട് വി ആക്ച്വലി പ്ലോട്ട് ദ ലോഗ് ഓഫ് ലൂമിനോസിറ്റി. ഇറ്റ്സ് ലോഗ് ഓഫ് ലൂമിനോസിറ്റി ദാറ്റ് ഇസ് പ്ലോട്ടഡ് ഹിയർ. The luminosities cover a wide range, so the diagram makes use of the logarithmic scale, okay, as I said, whereby each tick mark on the vertical axis represents a luminosity 10 times larger than the prior one. അതായത് നമ്മൾ 10 ബേസിലുള്ള ലൂമിനോസിറ്റിയാണ് ഉപയോഗിക്കുന്നത്. Alright, 10 ബേസിലുള്ള ലൂമിനോസിറ്റിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ലോഗ് വാല്യൂ ഉദാഹരണത്തിന് 2 ആണെന്ന് കരുതുക. Alright, log value 2 ആണെങ്കിൽ that means that the corresponding antilog is 10 raised to 2, like that. Okay, അപ്പോൾ each point is 10 times larger than the prior one. Each dot on the HR diagram represents a spectral type and luminosity of a single star. അതായത് നമ്മൾ റാൻഡം ആയിട്ട് ഈ പ്ലോട്ടിൽ ഒരു പോയിന്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ this corresponds to a particular value of luminosity as well as a particular spectral class, or a particular value of luminosity as well as a particular temperature. Okay. Alright. For example, if you look at sun, the sun corresponds to spectral type G2 with luminosity 1. Right? Let's look at sun. The sun is somewhere here. Okay. So if you look at sun, it belongs to a spectral type G2 and it has a luminosity 1 solar. So കാരണം നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്ന സണ്ണിന്റെ ലൂമിനോസിറ്റിയുടെ ടേംസിനാണ്. സണ്ണിന്റെ ലൂമിനോസിറ്റി പറയുന്നത് സണ്ണിന്റെ ലൂമിനോസിറ്റിയുടെ 1 ടൈം ആണ്. That's why it's 1. Okay, this is, you can call this as the solar luminosity. Okay, so because luminosity increases upward in the diagram and the surface temperature increases leftward, stars near the upper left corner are hot and luminous. These are hot and luminous. Okay, hot and luminous. The temperature huge ആണ്. They are also very luminous. അതിന്റെ ഫ്ലക്സ്, എനർജി ഫ്ലക്സ് വളരെ ഹൈ ആണ്. Okay. Similarly, stars near the upper right corner are cool and luminous. This is luminosity versus temperature. Alright. So temperature is high here. Temperature is increasing in this side. These are low temperature but very luminous. Okay. So the stars near the lower right corner are cool and dim. So the stars near the upper right corner are cool and luminous. Okay. Stars near the lower right corner are cool and dim. And finally, stars near the lower left corner, all right, these are cool and dim. These are cool and dim. Dim in the sense that the luminosity is low. Okay, the energy flux is low. Okay. HR diagram and stellar radius. നമ്മൾ ഈ HR ഡയഗ്രം നോക്കുകയാണെങ്കിൽ സ്റ്റാറിന്റെ റേഡിയസ് അല്ലെ സ്റ്റാറിന്റെ സൈസിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും കൂടെ ഈ HR ഡയഗ്രത്തിലുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ലൂമിനോസിറ്റിയും ടെമ്പറേച്ചറും റേഡിയസും തമ്മിലുള്ള റിലേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രസന്റേഷനിൽ നമ്മൾ ലൂമിനോസിറ്റിയും ടെമ്പറേച്ചറും അതുപോലെ റേഡിയസും സ്റ്റാറിന്റെ റേഡിയസും തമ്മിലുള്ള റിലേഷൻ ആക്ച്വലി കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റെഫാൻ ബോൾട്സ്മാൻ ലോ ഉപയോഗിച്ച് T⁴ ഡിപ്പെൻഡൻസ്, ഇതിന്റെ ഫ്ലക്സ് T⁴, എനർജി ഫ്ലക്സ് T⁴ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് സ്റ്റാറിന് ഒരേ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ, ഓക്കെ, രണ്ട് സ്റ്റാറിന്റെ ടെമ്പറേച്ചർ സെയിം ആണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടുതൽ റേഡിയസ് ഉള്ള സ്റ്റാർ കൂടുതൽ ലൂമിനസ് ആയിരിക്കും. ഓക്കെ, രണ്ട് സ്റ്റാറിന്റെ ടെമ്പറേച്ചർ സെയിം ആണ്, റേഡിയസ് സെയിം ആണെങ്കിൽ രണ്ടും ഒരേ ലൂമിനോസിറ്റി ആയിരിക്കും. പക്ഷെ രണ്ട് സ്റ്റാറിന്റെ ടെമ്പറേച്ചർ സെയിം ആണ്, റേഡിയസ് ഡിഫറെന്റ് ആണെങ്കിൽ അതിന്റെ ലൂമിനോസിറ്റിയും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ റേഡിയസ് കൂടുതലുള്ള സ്റ്റാറിന്റെ, ഓക്കെ, കറസ്പോണ്ടിങ് ടു സെയിം ടെമ്പറേച്ചർ, റേഡിയസ് കൂടുതലുള്ള സ്റ്റാറിന്റെ ലൂമിനോസിറ്റിയും കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് we can say the stellar radius must increase as we go from high temperature low luminosity corner on the lower left of the HR diagram to the low temperature high luminosity upper corner. Okay, നമ്മുടെ HR diagram നമ്മൾ എടുത്ത് luminosity versus temperature എന്നാണ് എടുക്കുന്നതെങ്കിൽ, okay, ഇവിടെ low luminosity ഹൈ ടെമ്പറേച്ചർ ആണ്, low luminosity high temperature.
അതേപോലെ നമ്മൾ നേരെ റൈറ്റ് കോർണർ എടുക്കുകയാണെങ്കിൽ ഹൈ ലൂമിനോസിറ്റി ലോ ടെമ്പറേച്ചർ. ഓക്കെ, ഹൈ ലൂമിനോസിറ്റി ലോ ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് ഇവിടെ ലോ ലൂമിനോസിറ്റിയിൽ നിന്ന് ഹൈ ലൂമിനോസിറ്റിയിലേക്ക് ആയിട്ടുണ്ട്. റൈറ്റ്, സോ വെൻ യു ഗോ ഫ്രം ഹിയർ ടു ഹിയർ ഇറ്റ് ഗോസ് ഫ്രം ലോ ലൂമിനോസിറ്റി ടു ഹൈ ലൂമിനോസിറ്റി. പക്ഷേ ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത്, ടെമ്പറേച്ചർ കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറയുന്നത് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ് ടെമ്പറേച്ചർ ഈസ്, ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. റൈറ്റ്, അപ്പോൾ ടെമ്പറേച്ചർ കുറയുകയാണ്, പക്ഷേ ലൂമിനോസിറ്റി കൂടുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? ഈ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് ലൂമിനോസിറ്റി കൂടുന്നെങ്കിൽ അതിനനുസരിച്ച് റേഡിയസ് വളരെ കൂടുതലായിരിക്കണം. Alright, so ഈ ലൂമിനോസിറ്റി ടെമ്പറേച്ചർ പ്ലോട്ടിൽ എവിടെയാണ് സ്റ്റാർ, അല്ല നമ്മുടെ HR ഡയഗ്രത്തിൽ എവിടെയാണ് സ്റ്റാർ എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അതിന്റെ ടെമ്പറേച്ചറിനെ കുറിച്ച്, അറ്റ്ലീസ്റ്റ് അതിന്റെ റേഡിയസിനെ കുറിച്ച്, ടെമ്പറേച്ചറിനെ കുറിച്ചില്ല റേഡിയസിനെ കുറിച്ച് ഒക്കെ ഡിഫറെന്റ് പോയിന്റ്സിൽ കിടക്കുന്ന സ്റ്റാർസിന്റെ റേഡിയസിനെ എങ്ങനെ കമ്പയർ ചെയ്യാന്നുള്ളത് നമുക്ക് ഈ HR ഡയഗ്രത്തിൽ നിന്ന് തന്നെ കിട്ടും. Alright, I think this is clear. I hope this is clear. Alright, so stellar radius must increase as we go from high temperature low luminosity corner, high temperature low luminosity corner, okay, to the low temperature high luminosity, low temperature high luminosity. Alright, but temperature കുറഞ്ഞിട്ട് luminosity കൂടണമെങ്കിൽ ഈ റിലേഷൻ പ്രകാരം ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് luminosity കൂടണമെങ്കിൽ റേഡിയസ് അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റേഡിയസും കൂടെ ഇതിൽ ഈ കോൺസ്റ്റന്റ് റേഡിയസിന്റെ ലൈൻസും കൂടെ നമുക്ക് ഈ HR ഡയഗ്രത്തിൽ വരയ്ക്കാം. ഓക്കെ, നമ്മൾ ഈ ലോഗ് പ്ലോട്ടിൽ നോക്കുകയാണെങ്കിൽ ആർ സ്ക്വയർ ടേം, ഈ മുകളിൽ നമ്മൾ എഴുതിയ ഇക്വേഷനിൽ ആർ സ്ക്വയർ ടേം എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണാൻ കഴിയും. HR ഡയഗ്രത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് കാണാൻ കഴിയും. നമ്മൾ ഇതിന്റെ ലോഗ് ആണ്, അതുപോലെ ഇവിടെ T⁴ ഉണ്ട്, ഇവിടെ ആർ സ്ക്വയർ ഉണ്ട്. എല്ലാം നമ്മൾ നോക്കുമ്പോൾ, അതുപോലെ ടെമ്പറേച്ചർ എടുത്തിരിക്കുന്ന സ്കെയിലും എല്ലാം വെച്ച് നോക്കുമ്പോൾ വിൽ സി ദാറ്റ് വി ക്യാൻ പ്ലോട്ട് കോൺസ്റ്റന്റ് ആർ ലൈൻസ്. ഒക്കെ കോൺസ്റ്റന്റ് ആറിന് കറസ്പോണ്ട് ചെയ്യുന്ന ലൈൻസ് പ്ലോട്ട് ചെയ്യാൻ കഴിയും. നമ്മൾ ലൂമിനോസിറ്റി ടെമ്പറേച്ചർ പ്ലോട്ടിൽ ഈ കോൺസ്റ്റന്റ് ആറിന്റെ ലൈൻസ് ഇങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈൻസ് ആണെന്ന് കാണാൻ കഴിയും. Alright, so we can plot that. Okay, alright, so that's what we do next. Okay, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റന്റ് റേഡിയസ് ലൈൻസ് നമ്മൾ വരച്ചിട്ടുണ്ട്. അതും സോളാർ റേഡിയസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പറയുന്നത്. Alright, this line, okay, ഇവിടെയുള്ള ഡാഷ്ഡ് ലൈൻ, okay, ഇവിടെയുള്ള ഈ ഡാഷ്ഡ് ലൈൻ, this corresponds to 0.001 സോളാർ റേഡിയസ്. ഓക്കെ, ഈ ലൈൻ ആണെങ്കിൽ ഈ ലൈനിലുള്ള സ്റ്റാർസ്, ഈ ലൈനിൽ വരുന്ന സ്റ്റാർസിന്റെ ഒക്കെ റേഡിയസ് എന്ന് പറയുന്നത് 0.01 സോളാർ റേഡിയസ് ആണ്. ദിസ് ഇസ് 0.1 സോളാർ റേഡിയസ്. Okay, this line corresponds to ഈ dashed line. Okay, this line corresponds to 1 solar radius. സ്വാഭാവികമായിട്ടും ഈ 1 solar radius എന്നുള്ള ലൈനിൽ തന്നെയായിരിക്കും സൺ ഉള്ളത്. Alright, okay, so the size of the stars on an HR diagram, stellar luminosity against surface temperature, അത് നമ്മൾ വരച്ചിരിക്കുന്നത് stellar luminosity against surface temperature പ്ലോട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ഒരേ സ്കെയിലല്ല ഇത് നമ്മൾ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3000 ആണെങ്കിൽ ഇവിടെ 5000. ഓക്കെ, then 5000 to 10,000 and then to 20,000 and 40,000. ഇങ്ങനെയാണ് നമ്മൾ ടെമ്പറേച്ചർ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഓൾറൈറ്റ്, അപ്പോൾ ഇങ്ങനെയുള്ള പ്ലോട്ടിൽ നമ്മൾ റേഡിയസിന്റെ നോക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണാൻ കഴിയും. കോൺസ്റ്റന്റ് റേഡിയസ് ലൈൻസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് കാണാൻ കഴിയും. ചിത്രത്തിലുള്ള പോലെയുള്ള സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് കാണാൻ കഴിയും. ഓക്കെ, ദ ഡാഷ്ഡ് ഡയഗണൽ ലൈൻസ് ഇൻഡിക്കേറ്റ് സ്റ്റാർസ് ഓഫ് ഡിഫറെന്റ് റേഡിയായി. അറ്റ് എ ഗിവൺ റേഡിയസ് the surface temperature increases and luminosity increases. Okay, moving from right to left. Okay, നമ്മളൊരു ഗിവൺ റേഡിയസിൽ നിന്ന് ഒരു ഗിവൺ റേഡിയസ് എടുക്കുകയാണെങ്കിൽ, ഒരു ഗിവൺ റേഡിയസ് എടുക്കുകയാണെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ്. ഓക്കെ, ഒരു ഗിവൺ റേഡിയസ് നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഗിവൺ റേഡിയസ് ഉള്ള സ്റ്റാർ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് ലൂമിനോസിറ്റി കൂടി വരുന്നു, റേഡിയസും കൂടി വരുന്നു. ഓൾറൈറ്റ്, ലൂമിനോസിറ്റിയും റേഡിയസും കൂടി റേഡിയസ് അല്ല, അറ്റ് എ ഗിവൺ റേഡിയസ്. ഓക്കെ, ഇത് കോൺസ്റ്റന്റ് റേഡിയസ് ലൈൻ ആണ്, ഇത് കോൺസ്റ്റന്റ് റേഡിയസ് ലൈൻ ആണ്. അറ്റ് എ ഗിവൺ റേഡിയസ് ദ സർഫസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ആൻഡ് ലൂമിനോസിറ്റി ഇൻക്രീസസ്. ഓക്കെ, നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഒരേ റേഡിയസ് ഉള്ള സ്റ്റാർസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ അതിന്റെ സർഫസ് ടെമ്പറേച്ചർ ലൂമിനോസിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ സീക്വൻസ്, ഇതാണ് നമ്മുടെ മെയിൻ സീക്വൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഏകദേശം ഡയഗണൽ ആയിട്ടുള്ള ലൈൻ ഇതാണ് മെയിൻ സീക്വൻസ് ലൈൻ. Okay, മെയിൻ സീക്വൻസ് ലൈനിലുള്ള ഒരു ആവറേജ് സ്റ്റാർ ആണ് സൺ. ഓക്കെ, സൺ ഇസ് ജസ്റ്റ് an average star in the main sequence line. അതിൽ നമ്മൾ HR ഡയഗ്രത്തിലെ ഡാറ്റ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആയിട്ട് മാറുന്നതാണ്. സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആയിട്ട് നമുക്ക് അതിനെ കാണാൻ കഴിയും. ഡിഫറെന്റ് റീജിയൻസ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ റീജിയണിൽ നമുക്ക് ഇവിടെ ഈ റീജിയണിലുള്ളത് സൂപ്പർ ജയന്റ്സ് ആണ്. ഓക്കെ, ദേ ആർ സോ ബിഗ്
ഞാൻ നേരത്തെ പറഞ്ഞാൽ ലോ ടെമ്പറേച്ചറും ഹൈ ലൂമിനോസിറ്റിയും. സോ ദേ ഹാവ് ടു ബി റിയലി ബിഗ്. അതിനാണ് സൂപ്പർ ജയൻസ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ജയൻസ് ആർ ഓൾസോ ബിഗ്, ഓൾറൈറ്റ്, ബട്ട് സൂപ്പർ ജയൻസ് ആർ ലൈക്ക് 1000 times the solar radius. 1000 മടങ്ങ്, സോളാർ റേഡിയസിന്റെ 1000 മടങ്ങ് ഓളം വലുപ്പമുള്ള സ്റ്റാർസ് ഉണ്ട്. ഇതിനാണ് സൂപ്പർ ജയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ കൂൾ സ്റ്റാർസ്. ഓക്കെ, അതുപോലെ ഏകദേശം 10 to 100 10 to 100 സോളാർ മാസസിന്റെ ഉള്ളിൽ വരുന്നത് നമ്മൾ ജയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലൈക്ക് ദാറ്റ്. അതുപോലെ വളരെ കുറഞ്ഞ 0.01 സോളാർ റേഡിയസ് ഉള്ള സ്റ്റാർസ് ഉണ്ട്. ഇതാണ് വൈറ്റ് ഡ്വാർഫ്സ്. ഒക്കെ വൈറ്റ് ഡ്വാർഫ്സ് ഒക്കെ ഏകദേശം 0.01 സോളാർ റേഡിയസ് ഉള്ള സ്റ്റാർസ് ആണ്. നമ്മളതുപോലെ ഈ ഡയഗണൽ ലൈൻ, നമ്മൾ നേരത്തെ മെയിൻ സീക്വൻസ് ലൈൻ എന്ന് പറഞ്ഞു, അതിലാണ് 90%. നമ്മൾ ഈ ഗ്രൂപ്പിംഗ് നോക്കുകയാണെങ്കിൽ, HR ഡയഗ്രത്തിൽ സ്പെസിഫിക് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു, അപ്പോൾ അതിലൊരു ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ അത് മെയിൻ സീക്വൻസ് സ്റ്റാർസ് ആണ്. മെയിൻ സീക്വൻസ് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഈ 90% ഓഫ് സ്റ്റാർസ് ഒക്കെ നമ്മളിങ്ങനെ ഒരു ലൈൻ കണ്ടിരുന്നു. ഓക്കെ, നമ്മൾ കാണുന്ന സ്റ്റാർസിലെ 90%ഉം ഈ മെയിൻ സീക്വൻസ് ലൈനിലാണുള്ളത്. ഓക്കെ, ഡയഗണൽ ലൈനിലാണ് ഉള്ളത്. Okay, it extends from hot and luminous blue stars in the upper left corner. Okay, hot and luminous. Okay, the luminosity high and temperature high. Okay, these are hot and luminous like blue stars in the upper left corner to cool and dim red stars. Okay, cool and dim red stars. This cool ആണ്, temperature കുറവാണ്. They are also dim. Luminosity is also less. Okay, അപ്പോൾ ഈ റീജിയണിലുള്ള ഈ ഒരു ബാൻഡിലുള്ള സ്റ്റാർസിനെയാണ് നമ്മൾ മെയിൻ സീക്വൻസ് സ്റ്റാർസ് എന്ന് പറയുന്നത്. മെയിൻ സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള HR ഡയഗ്രത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് എന്ന് പറയുന്നത് മെയിൻ സീക്വൻസ് സ്റ്റാർസ് ആണ്. ഓക്കെ, സൺ എന്ന് പറയുന്ന ഒരു മെയിൻ സീക്വൻസ് സ്റ്റാർ ആണ്. ഓക്കെ, സ്പെക്ട്രൽ ടൈപ്പ് G2 ആണ്. അതിന്റെ അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് 4.8 ആണ്. അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ മെയിൻ സീക്വൻസ് ഉള്ള സ്റ്റാർസിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്, ദേ അണ്ടർഗോ ഹൈഡ്രജൻ ബേണിംഗ്. ഓക്കെ, അവിടെ വീണ്ടും ഹൈഡ്രജൻ ഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാർസ് ആണ്. ഹൈഡ്രജൻ ഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാർസ് ആണ് ഈ മെയിൻ സീക്വൻസ് സ്റ്റാർസ്. ഓക്കെ, തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ വിച്ച് കൺവേർട്സ് ഹൈഡ്രജൻ ടു ഹീലിയം. ഓൾറൈറ്റ്, അപ്പോൾ അതിന്റെ കോഴ്സിൽ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ ലൂമിനോസിറ്റി ടെമ്പറേച്ചർ പ്ലോട്ടിൽ അപ്പർ റൈറ്റ് കോർണർ, ഓക്കെ, നോട്ട് അപ്പർ മോസ്റ്റ്, പക്ഷെ അപ്പർ റൈറ്റ് കോർണറിലുള്ള സ്റ്റാർസ് എന്ന് പറയുന്നത് ദീസ് ആർ കൂൾ. ഓക്കെ, ദീസ് ആർ കൂൾ സ്റ്റാർസ് but they are very luminous. Okay, these are cool stars but they are very luminous. Okay, temperature കുറഞ്ഞിട്ട് luminosity കൂടണമെങ്കിൽ, they should be really huge. Okay, they should be really huge. കാരണം luminosity എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു it's 4 pi r square sigma T raised to 4. Okay, but temperature കുറഞ്ഞിട്ട് luminosity കൂടുതലാണെങ്കിൽ then the size has to be huge. All right, so which states that the cool star will radiate much less energy per surface area than a hot star. Okay, hence for these stars to appear as luminous as they look, they must be immense. Okay, so they are called giants. ഇതിനെയാണ് നമ്മൾ giants എന്ന് പറയുന്നത്. They may be anywhere between 10 to 100 times as big as the sun. Okay, alright, പക്ഷേ ഇത് 10 to 100 times as big as the sun. സണ്ണിന്റെ സൈസിനേക്കാളും 10 to 100 times ആണ് അതിന് വലുപ്പം കൂടുതൽ, സൈസ് കൂടുതൽ, റേഡിയസ് കൂടുതൽ. Okay, but they are about 100 to 1000 times more luminous than the sun. Okay, ഇതിന്റെ luminosity നോക്കുകയാണെങ്കിൽ it's 100 to 1000 times more luminous than the sun. Okay, അതിന്റെ temperatures നമ്മൾ നോക്കുകയാണെങ്കിൽ it's of the range of 3000 to 6000 Kelvin. These are considerably cool. Okay, ഇതിന്റെ surface temperature എന്ന് പറയുന്നത് cool, അത്ര hot അല്ല. Right, so we have talked about 10,000 Kelvin etc. This is 3000 to 6000 Kelvin. Many of the cooler members of this class are reddish. നമുക്കറിയാം സർഫസ് ടെമ്പറേച്ചറും കളറും തമ്മിൽ കോറിലേഷൻ ഉണ്ട്. അപ്പോൾ കുറഞ്ഞ സർഫസ് ടെമ്പറേച്ചർ ആണെങ്കിൽ it's towards the infrared. Okay, so these are red stars. So these are reddish and have temperature 3000 to 4000 Kelvin. These are often referred to as red giants. ഈ giant starsലുള്ള കൂൾ താരതമ്യേന ടെമ്പറേച്ചർ കുറഞ്ഞ സ്റ്റാർസിനെ റെഡ് കളറുള്ള സ്റ്റാർസിനെയാണ് റെഡ് ജയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ലോങ്ങർ വേവ് ലെങ്തിലുള്ള ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റാർസിനെയാണ് നമ്മൾ റെഡ് ജയൻസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ റെഡ് ജയൻസ്. ഓക്കെ, ഈ റെഡ് ജയന്റിനേക്കാളും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ HR ഡയഗ്രാം, you can go back to the previous slide and look at the HR diagram. റെഡ് ജയന്റ് ഇവിടെയാണെങ്കിൽ അതിനേക്കാളും മുകളിലും വേറെ ജയൻസ് ഉണ്ട്, ഇതിനേക്കാളും മുകളിലും സ്റ്റാർസ് ഉണ്ട്. Right, so these are corresponding to even larger stars than red giants. Okay, അല്ലെങ്കിൽ ജയൻസിനേക്കാളും ലാർജർ ആയിട്ടുള്ള സ്റ്റാർസ് ആണ് ഇവിടെ ഉണ്ടാകുക. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആർഗ്യുമെന്റ്സ് അനുസരിച്ച് ഇവിടെ ജയൻസ് ആണെങ്കിൽ ഇവിടെയുള്ള സ്റ്റാർസ് ജയൻസിനേക്കാളും വലുതായിരിക്കും. Alright, so these are called super giants.
So at the extreme upper right corner are a few stars that are even bigger than giants. These are called supergiants, which have radii up to 1000 solar radius. Okay, 1000 മടങ്ങ് സോളാർ റേഡിയസിനെക്കാളും 1000 മടങ്ങ് റേഡിയസ് ഉള്ള സ്റ്റാർസ് വരുന്നുണ്ട്. ഇതിനാണ് നമ്മൾ സൂപ്പർ ജയൻസ് എന്ന് പറയുന്നത്. Okay, അപ്പോൾ giants super giants it make up only about 1% of stars in the night sky. Okay, Betelgeuse നമ്മൾ തിരുവാതിര എന്ന് പറയുന്ന നക്ഷത്രമാണ്. Betelgeuse in Orion are two fine examples of supergiant stars. Okay, അപ്പോൾ ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ നമ്മൾ ഈ സൂപ്പർ ജയന്റ് സ്റ്റാർസിൽ നടക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഈ മെയിൻ സീക്വൻസ് സ്റ്റാറിലുള്ള പ്രോസസ്സിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ ലോവർ ലെഫ്റ്റ് ഓഫ് HR diagram. Okay, lower left of HR diagram. Right, these are low luminosity and high temperature. Low luminosity and high temperature. Okay, stars in the lower left region are much smaller in radius, and appear white. Okay, and they appear white. അതായത് ഇവിടെ ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ ആയിട്ടും അതിന്റെ ലൂമിനോസിറ്റി കുറവാണ്. ഓക്കെ, ദീസ് ആർ ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, ലോവർ ലെഫ്റ്റ് കോർണർ എന്നാണ് പറഞ്ഞത്. ലോവർ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചേഴ്സ് ആണ്. ഹൈ ടെമ്പറേച്ചർ ആയിട്ട് ലൂമിനോസിറ്റി കുറവാണെങ്കിൽ ഇറ്റ്സ് സർഫസ് ഏരിയ ഹാസ് ടു ബി സ്മോൾ, അല്ലെങ്കിൽ അതിന്റെ റേഡിയസ് ചെറുതായിരിക്കണം. ഓക്കെ, ഇത്തരം സ്റ്റാർസിനെ, ഈ റീജിയനിലുള്ള സ്റ്റാർസിനെ നമ്മൾ വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദേ അപ്പിയർ വൈറ്റ്, ദേ ആർ വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസ്. ചെറുതാണ്, നമ്മുടെ മെയിൻ സീക്വൻസ് സ്റ്റാർസിനേക്കാളും വളരെ ചെറുതാണ്. ഓക്കെ, so they are hot stars with low luminosities, therefore they must be small, and hence the name dwarf star. ഈ ചെറുതായതുകൊണ്ടാണ് ഇതിനെ ഡ്വാർഫ്, മലയാളത്തിൽ കുള്ളൻ എന്ന് പറയുന്നത്. ഓക്കെ, വൈറ്റ് ഡ്വാർഫ് എന്നുള്ളതിന് വെള്ളക്കുള്ളൻ എന്ന് നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണാറുണ്ട്. ഓക്കെ, ദീസ് ആർ സ്മോൾ സ്റ്റാർസ്. They are faint and so they can be seen only with telescopes. Okay, പിന്നെ നമുക്കറിയാം സ്റ്റാറിന്റെ ലൈഫ് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, സ്റ്റാറിന്റെ ഇവല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു സോളാർ മാസിനെ നോട് കോമ്പറബിൾ ആയിട്ടുള്ള മാസുള്ള സ്റ്റാർസ് അതിന്റെ ഫ്യൂവൽ തീർന്നു കഴിയുമ്പോൾ വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസ് ആയിട്ട് മാറും നമുക്കറിയാം. അത് ഗ്രാവിറ്റേഷണലി കോൺട്രാക്ട് ചെയ്യും. പക്ഷേ ഇലക്ട്രോൺസിന്റെ ഇടയിലുള്ള ഡീജനറസി പ്രഷർ, പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ കാരണം ഒരു ഡീജനറസി പ്രഷർ ഉണ്ട്. ഈ പ്രഷർ കംപ്ലീറ്റ് ഗ്രാവിറ്റേഷണൽ കൊളാപ്സിനെ തടയും. സോ ദേ റിമെയിൻ ആസ് സ്മോൾ സ്റ്റാർസ്. ഓക്കെ, സോ ദീസ് ആർ വൈറ്റ് ഡ്വാർഫ് സ്റ്റാർസ്. അതുപോലെ അത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ എർത്തിന്റെ സൈസ് നമുക്കറിയാം. എർത്ത് ഇസ് എ പ്ലാനറ്റ്. ഓക്കെ, അപ്പോൾ എർത്തിന്റെ സൈസിൽ അത്ര സൈസിൽ പക്ഷെ വളരെ ഹൈ ഡെൻസിറ്റി ഉള്ള സ്റ്റാർസ് ആണ്. ഓക്കെ, ദേ ആർ അപ്രോക്സിമേറ്റ്ലി സെയിം സൈസ് ആസ് ദ എർത്ത്. Okay, there are no nuclear reaction within white dwarfs, rather they are the still glowing remnants of giant stars. Okay, giant stars inde contract ചെയ്ത്, giant stars contract ചെയ്തിട്ട് ഗ്ലോയിങ് ആയിട്ടുള്ള remnants ആണ് ഈ white dwarfs എന്ന് പറയുന്നത്. Okay, white dwarfs account for about 9% of stars in the night sky. White dwarfs are about 9% of stars in the night sky. ഇനി നമ്മൾ stellar luminosity നോക്കുകയാണെങ്കിൽ, ഓക്കെ, നമുക്കറിയാം temperature of a star determines which spectral lines are most prominent in its spectrum. ഓക്കെ, ഏത് ലൈൻസ് ആണ് കൂടുതൽ prominent എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ്. ഓക്കെ, സോ ക്ലാസിഫൈങ് എ സ്റ്റാർ ബൈ ഇറ്റ്സ് സ്പെക്ട്രൽ ടൈപ്പ് ഇസ് എസെൻഷ്യലി ദ സെയിം ആസ് ക്ലാസിഫൈങ് ഇറ്റ് ബൈ ഇറ്റ്സ് ടെമ്പറേച്ചർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മളിവിടെ കാണുന്ന ഒരു കാര്യം, HR ഡയഗ്രത്തിൽ നോക്കുമ്പോൾ ഇമീഡിയറ്റ്ലി കാണുന്ന ഒരു കാര്യം, ഓക്കെ, ഒരേ ടെമ്പറേച്ചറുള്ള സ്റ്റാർസ് ഉണ്ട് ബട്ട് ഇൻ ഡിഫറെന്റ് ലൂമിനോസിറ്റീസ്. ഓക്കെ, ഒരേ ടെമ്പറേച്ചറുള്ള സ്റ്റാർസ് തന്നെ, okay, നമ്മളൊരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ you may see a low luminosity star at a particular temperature, you may find a high luminosity star at around the same temperature. Okay, അപ്പോൾ ഒരേ ടെമ്പറേച്ചർ തന്നെ ലൂമിനോസിറ്റിക്ക് വേരിയേഷൻസ് ഉണ്ട്. ഇതിന്റെ കാരണം നമുക്കറിയാം സൈസിൽ ഉള്ള മാറ്റമാണ്. ഓൾറൈറ്റ്, ഇപ്പോൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ വൈറ്റ് ഡ്വാർഫ് സ്റ്റാർ മേ ഹാവ് ടെമ്പറേച്ചർ ഓഫ് 7000 കെൽവിൻ. ഓക്കെ, അതേസമയം 7000 കെൽവിനെ തന്നെ നമുക്ക് മെയിൻ സീക്വൻസ് സ്റ്റാറും കാണാൻ കഴിയും. 7000 ആണെങ്കിൽ 7000 കെൽവിനിൽ വൈറ്റ് ഡ്വാർഫ് ഉണ്ടാവും, 7000 കെൽവിനിൽ മെയിൻ സീക്വൻസ് സ്റ്റാർ ഉണ്ടാവും, 7000 കെൽവിൻ റേഞ്ചിൽ നമുക്ക് സൂപ്പർ ജയൻസിനെയും ജയൻസിനെയും ഒക്കെ കാണാൻ കഴിയും. ഓക്കെ, alright, so a rule of thumb is the more luminous the star, the narrower the lines of hydrogen. Okay, അപ്പോൾ ലൂമിനോസിറ്റിയും ഇതിന്റെ സ്പെക്ട്രം തമ്മിലുള്ളത് നോക്കുകയാണെങ്കിൽ a rule of thumb is that the more luminous the star, the narrower the lines of hydrogen. Alright, ഓക്കെ, അപ്പൊ ഇതിന്റെ പുറകിലുള്ള തിയറി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, ബട്ട് ദർ ഇസ് എ ബേസിക്, ദർ ഇസ് എ സിമ്പിൾ വേ ഇൻ വിച്ച് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ്. അപ്പൊ അതിന്റെ തിയറിയിലേക്ക് പോകാത്ത തന്നെ ഇതിന്റെ ഈ ഡിഫറൻസ് വരുന്നതിന്റെ കാരണം, ഈ മെഷറബിൾ ഡിഫറൻസ്, ഈ സ്പെക്ട്രത്തിലെ മെഷറബിൾ ഡിഫറൻസ് അല്ലെങ്കിൽ അബ്സോർപ്ഷൻ ലൈൻസിലൊക്കെ മെഷറബിൾ ഡിഫറൻസ് വരുന്നതിന്റെ കാരണം
ഓക്കെ, ഈ സ്റ്റാറിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള വ്യത്യാസമാണ്. അറ്റ്മോസ്ഫിയർ ഏത് പ്രഷറിലാണ്, എത്ര ടെമ്പറേച്ചറിലാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡിഫറൻസ് കാരണമാണ് ഈ അബ്സോർപ്ഷൻ ലൈൻസിലുള്ള ഡിഫറൻസ് വരുന്നത്. ഓക്കെ, so the density and pressure of hot gases in the atmosphere affect the absorption lines and hydrogen in particular. Okay, നമ്മളിത് ഒബ്വിയസ് ആണ്, കാരണം പ്രഷർ കൂടുമ്പോൾ അതിന്റെ അബ്സോർപ്ഷൻ, ഓക്കെ, പ്രഷർ വേരിയേഷൻ അനുസരിച്ച് അബ്സോർപ്ഷൻ ലൈൻസും മാറുന്നുണ്ടാവും. ഓക്കെ, so if the pressure and density are high, hydrogen atom collides, so hydrogen atoms collide more frequently. വളരെ ഹൈ ഡെൻസിറ്റി ആണ്, ഹൈ പ്രഷറിലാണെങ്കിൽ കൂടുതൽ കൊളീഷൻസ് ഉണ്ടാവും. Okay, and they interact with other atoms in the gas. The collisions cause the energy levels in hydrogen atoms to shift, resulting in broadened hydrogen spectral lines. അപ്പോൾ ഈ കൊളീഷൻസ് ഉണ്ടാകുമ്പോൾ ഇതിന്റെ എനർജിയിൽ ഷിഫ്റ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ സ്പെക്ട്രൽ ലൈൻസ് ബ്രോഡൻഡ് ആയിട്ട് കാണാൻ കഴിയും. ഓക്കെ, ഇറ്റ് വിൽ ബി ഓൾ ഓവർ ദ പ്ലേസ്. അതേസമയം നമ്മൾ ജയന്റ് ലൂമിനസ് സ്റ്റാർ എടുക്കുകയാണെങ്കിൽ, okay, these are huge stars. Okay, and the temperature കുറവാണ്. The atmosphere will have low pressure because it's huge, right? It's spread over a huge area. But the atmosphere will have comparatively low pressure and density. Okay, because the mass is spread over such an enormous volume. Right? These are huge stars. So the atoms are relatively far apart. Okay, കൂടുതൽ അകലത്തിലാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഈ ആറ്റംസിന്റെ ഇടയിലുള്ള കൊളീഷൻസിന്റെ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും. ഓക്കെ, ദ നമ്പർ ഓഫ് കൊളീഷൻസ് പെർ യൂണിറ്റ് ടൈം വിൽ ബി മച്ച് ലെസ് വെൻ കമ്പയർഡ് ടു ദ ഹൈ പ്രഷർ ഹൈ ഡെൻസിറ്റി സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ, ഓക്കെ, സോ വി ക്യാൻ കണക്ട് ഇറ്റ് ടു ദ fact that the hydrogen lines are narrow. Okay, we can see narrow hydrogen lines. Okay, in a main sequence star, the atmosphere is denser than a giant or a supergiant, with collisions occurring more frequently, thereby producing broader hydrogen lines. നമ്മൾ മെയിൻ സീക്വൻസ് സ്റ്റാർസ് എടുക്കുകയാണെങ്കിൽ ഇൻ ജനറൽ, റൈറ്റ്, അതിന്റെ സൈസ് കുറവാണ്. സൂപ്പർ ജയന്റിനേക്കാളും കുറവാണ് മെയിൻ സീക്വൻസിലുള്ള സ്റ്റാർസിന്റെ സൈസ്. റൈറ്റ്, അപ്പോൾ അവിടെ അതുപോലെ അതിന്റെ അറ്റ്മോസ്ഫിയർ ഡെൻസർ ആയിരിക്കും, മെയിൻ സീക്വൻസിൽ പ്രഷർ കൂടുതലായിരിക്കും. റൈറ്റ്, അപ്പോൾ അവിടെ കൂടുതൽ കൊളീഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ so we can relate this to the fact that the hydrogen lines are broader. Okay, because the energy keeps shifting due to collisions. നമ്മൾ അതുപോലെ ഈ ഹാർവാർഡ് ക്ലാസിഫിക്കേഷൻ കണ്ടപ്പോൾ ലൂമിനോസിറ്റി ബേസ് ചെയ്തിട്ട് 1, 2, 3 എന്നിങ്ങനെ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൽ നമുക്ക് ഇതിനെ പെടുത്താവുന്നുണ്ട്. ലൂമിനോസിറ്റിയുടെ അടിസ്ഥാനത്തിൽ 1, 2, 3 എന്നുള്ള സെപ്പറേറ്റ് ക്ലാസ്സസ് ആയിട്ട് തിരിക്കാവുന്നുണ്ട്. സോ വി ക്യാൻ സീ ദിസ് ഹിയർ ഓൾസോ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ 1A, ഓക്കെ, ലൂമിനസ് സൂപ്പർ ജയൻസിനെ 1A എന്നുള്ള ക്ലാസിഫിക്കേഷനിലാണ് പെടുത്തുന്നത്, ലൂമിനസ് സൂപ്പർ ജയൻസ്. അതുപോലെ 1B ഉണ്ട്, സ്ലൈറ്റ്ലി ലെസ് ലൂമിനസ് സൂപ്പർ ജയൻസ്. ഓക്കെ, സൂപ്പർ ജയൻസിൽ തന്നെ ലൂമിനസ് ആയിട്ടുള്ളതിനെ 1A, സ്ലൈറ്റ്ലി ലെസ് ലൂമിനസ് സൂപ്പർ ജയൻസ് 1B. ഓക്കെ, പിന്നെ ജയൻസിൽ തന്നെ ബ്രൈറ്റും ഉണ്ട്, അത്ര ബ്രൈറ്റ് അല്ലാത്തതുണ്ട്. ഓക്കെ, സോ ദീസ് ആർ 2 and 3. അതുപോലെ സബ് ജയൻസ് ഉണ്ട്, ആൻഡ് ദേ ഫോം അനദർ ക്ലാസ്. ദിസ് ഇസ് 4. ഓക്കെ, ഈ 5 എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സീക്വൻസ് സ്റ്റാർ തന്നെയാണ്. മെയിൻ സീക്വൻസ് സ്റ്റാറിനെ മുഴുവൻ നമ്മൾ 5 എന്നുള്ള ഇതിലാണ് പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്പെക്ട്രൽ ടൈപ്പും ലൂമിനോസിറ്റിയും അറിയുകയാണെങ്കിൽ, റൈറ്റ്, സ്പെക്ട്രൽ ടൈപ്പും ലൂമിനോസിറ്റിയും അറിയുകയാണെങ്കിൽ യു ക്യാൻ നോ വേർ ഓൺ ദ മെയിൻ സീക്വൻസ് ഇറ്റ് ലൈസ്. ഓക്കെ, മെയിൻ സീക്വൻസിൽ എവിടെയാണ് കിടക്കുന്നതാണ്. ഓക്കെ, ഉദാഹരണത്തിന് നമ്മൾ G25, ഓക്കെ, 5 റോമൻ ന്യൂമറൽ G25 സ്റ്റാർ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, നമുക്ക് G2 എന്ന് പറയുന്നത് ഏത് സ്പെക്ട്രൽ ക്ലാസ്, ഏത് ടെമ്പറേച്ചർ ആണെന്നുള്ള HR ഡയഗ്രത്തിൽ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇറ്റ് വിൽ ബി സംവെയർ ഹിയർ. G25, 5 means it is in the main sequence. 5 means it's in the main sequence. Okay, അപ്പോൾ G2 5ന് കറസ്പോണ്ടിങ് ആയിട്ട് മെയിൻ സീക്വൻസിൽ വരുന്ന സ്റ്റാർ നമ്മൾ നോക്കിയാൽ മതി. റൈറ്റ്, അപ്പോൾ അതിന്റെ ലൂമിനോസിറ്റി 1 സോളാർ, അതിന്റെ ലൂമിനോസിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഓക്കെ, ലൂമിനോസിറ്റിയും തന്നിട്ടുണ്ടായിരുന്നു 1 സോളാർ ലൂമിനോസിറ്റി. ഓക്കെ, സൺലൈറ്റ് ലൂമിനോസിറ്റിയുടെ സെയിം ലൂമിനോസിറ്റി ആണ് ഉള്ളതെന്ന് കരുതുന്നത്. റൈറ്റ്, സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. ഓക്കെ, alright, അപ്പോൾ അതുപോലെ സർഫസ് ടെമ്പറേച്ചർ 5700 Kelvin. Okay, all these can be understood from the spectral type and luminosity. Spectral type luminosity കിട്ടുകയാണെങ്കിൽ all this information can be taken from the HR diagram. Okay, so a G25 star is a main sequence star with luminosity 1 solar luminosity and surface temperature about 5700 Kelvin. Okay, so we can look at examples like that. Next, we look at what we can say about stellar mass by looking at a HR diagram. HR diagram നോക്കുന്നതിലൂടെ stellar massനെ കുറിച്ച് എന്താണ് നമുക്ക് പറയാൻ കഴിയുക. Okay,
So the most common trait of a main sequence star, നമ്മൾ മെയിൻ സീക്വൻസ് സ്റ്റാറിനെ കുറിച്ച് പറഞ്ഞു. മെയിൻ സീക്വൻസ് സ്റ്റാറിലുള്ളതിന്റെ മോസ്റ്റ് കോമൺ ട്രേറ്റ്, ഉദാഹരണത്തിന് സൂര്യൻ, right? They undergo nuclear fusion at their cores to convert hydrogen to helium. Okay, മെയിൻ സീക്വൻസ് സ്റ്റാറിന്റെ ഒക്കെ പ്രത്യേകത, the process going on is the nuclear fusion of hydrogen into helium. Right, this is the main process going on at the core of the main sequence stars. So since most stars spend much of their lives doing this, okay, അതായത് നമുക്കറിയാം നമ്മൾ സ്റ്റാറിന്റെ ലൈഫ് സൈക്കിൾ നോക്കുകയാണെങ്കിൽ, alright, എല്ലാ സ്റ്റാറും അതിന്റെ ആദ്യകാലങ്ങളിൽ ഹൈഡ്രജൻ ടു ഹീലിയം കൺവേർഷൻ ആണ് നടത്തുന്നത്. Alright, that's what happens for most of the stars. Alright, so most of the stars do exactly this. Alright, അത് ഹൈഡ്രജനെ ഹീലിയം ആക്കി കൺവേർട്ട് ചെയ്യുന്ന പരിപാടിയാണ് എല്ലാ സ്റ്റാർസും, ഓക്കെ, അതിന്റെ ആദ്യകാലങ്ങളിൽ ചെയ്യുന്നത്. Alright, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും most stars spend much part of their life doing this. Okay, they do exactly this. So we can conclude that majority of the stars spend their time somewhere on the main sequence. Okay, അപ്പോൾ നമ്മൾ ഏതൊരു സ്റ്റാർ എടുക്കുകയാണെങ്കിലും, ഏതൊരു സ്റ്റാർ അല്ല ഭൂരിഭാഗം സ്റ്റാർസ് എടുക്കുകയാണെങ്കിലും അത് കുറച്ചു കാലം, അതിന്റെ ജീവിതകാലത്തിൽ കുറച്ചു കാലം ഈ മെയിൻ സീക്വൻസിൽ എവിടെയോ ആയിരുന്നിരിക്കണം. Okay, we know this because most stars do this hydrogen to helium conversion, and all the stars in the main sequence line do this hydrogen to helium conversion. Okay, so from this we know that majority of the stars, ഇപ്പോൾ നമ്മൾ HR ഡയഗ്രത്തിൽ മെയിൻ സീക്വൻസിൽ അല്ലാതെയുള്ള സ്റ്റാർസ് ഉണ്ട്, വൈറ്റ് ഡ്വാർഫ്സ് ഉണ്ട്, ജയന്റ്സ് ഉണ്ട്, സൂപ്പർ ജയന്റ്സ് ഉണ്ട്. Right, so it's reasonable to assume that they should have been on the main sequence line. Okay, they should have been on the main sequence at some point of time. Okay, ഏതെങ്കിലും സമയത്ത് മെയിൻ സീക്വൻസിൽ ഉണ്ടായിരുന്ന സ്റ്റാർസ് ആയിരിക്കണം എന്നുള്ളത്. Okay, right, so also there's this question, there's an enormous range of luminosities and temperatures covered. Right, why such a large range? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലാർജ് റേഞ്ച് ഉള്ളത്? HR ഡയഗ്രത്തിലെ സ്റ്റാർസിന്റെ മാസ്, നമുക്ക് പല സ്റ്റാർസിന്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടെക്നിക്സ് ഉണ്ട്. ഒക്കെ ബൈനറീസ്, ഇപ്പോൾ രണ്ട് സ്റ്റാർസ് ഒരുമിച്ചുള്ളപ്പോൾ അതിന്റെ ഗ്രാവിറ്റേഷണൽ എഫക്റ്റിലൂടെയൊക്കെ നമുക്ക് അതിന്റെ മാസ് ഇൻഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ നമ്മൾ മാസ് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, a star's mass increases as it moves upward along the main sequence. Okay, മെയിൻ സീക്വൻസിലേക്ക് മുകളിലേക്ക് പോകുന്തോറും അതിന്റെ മാസ് കൂടി വരികയാണെന്ന് കാണാൻ കഴിഞ്ഞു. Right, this is an interesting observation. Alright, so there is some deep pattern lying here. Right, നമ്മൾ മെയിൻ സീക്വൻസ് സ്റ്റാർ താഴെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ മാസ് കൂടി വരുന്നതായിട്ട് കാണാൻ കഴിയും. Alright, അപ്പോൾ അത് പ്ലോട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെയാണ് വരുന്നത്. മെയിൻ സീക്വൻസ് സ്റ്റാർസ് ആണ്. Okay, mass and the main sequence, each filled in circle is a main sequence star. Okay, the number is the star's mass in solar mass unit. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് എത്ര സോളാർ മാസ് യൂണിറ്റ് ആണ്. Okay, സോളാർ മാസിന്റെ എത്ര മടങ്ങാണെന്നുള്ളതാണ്. Okay, as you move up the main sequence from lower right to upper left, the mass, luminosity and temperature increases. Alright, so everything increases. ഇവിടെ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസസ്, മാസ് ഇൻക്രീസസ് ആൻഡ് ലൂമിനോസിറ്റി ഇൻക്രീസസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓ ടൈപ്പ് സ്റ്റാർ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇത് ഹോട്ട് ആൻഡ് ലൂമിനസ് ആണ്. അത് അപ്പർ പാർട്ട് ഓഫ് ദ ഡയഗ്രാം. ഓക്കെ, നമ്മുടെ HR ഡയഗ്രത്തിലെ അപ്പർ പാർട്ടിലാണ് ഓ ടൈപ്പ് സ്റ്റാർസ് ഉള്ളത്. ഓക്കെ, സോ ദേ ക്യാൻ ഹാവ് മാസസ് ആസ് ഹൈ ആസ് 100 ടൈംസ് ദാറ്റ് ഓഫ് സൺ. ഓക്കെ, 100 സോളാർ മാസ് വരെ വരാം. ഓറൈറ്റ്, അതുപോലെ മെയിൻ സീക്വൻസിന്റെ അടുത്ത എൻഡ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് കൂൾ ആൻഡ് ഫെയിന്റ് സ്റ്റാർസ്. ഓക്കെ, മാസ് ആസ് ലോ ആസ് 0.1 ടൈം ദാറ്റ് ഓഫ് സൺ. റൈറ്റ്, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഓർഡർ ആയിട്ട് നമ്മൾ കാണുന്നത് മാസ് വളരെ ഓർഡർലി ആയിട്ടാണ് മെയിൻ സീക്വൻസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് മാസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആട്രിബ്യൂട്ട് ഓഫ് എ ഹൈഡ്രോജൻ ബേണിംഗ് സ്റ്റാർ. ഓക്കെ, മാസ് ഹാസ് എ ഡയറക്റ്റ് എഫക്ട് ഓൺ സ്റ്റാർസ് ലൂമിനോസിറ്റി. അതായത് മാസ് കൂടുമ്പോൾ നമുക്ക് മാസിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം പറയാൻ കഴിയുന്നതാണ് പറയുന്നത്. മാസ് കൂടുന്ന സമയത്ത് ലൂമിനോസിറ്റി കൂടുന്നുണ്ട്. ഓക്കെ, അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. കാരണം മാസ് കൂടുന്ന സമയത്ത് അതിന്റെ ഔട്ടർ ലെയേഴ്സിന്റെ വെയിറ്റ് കൂടും. ഓക്കെ, അപ്പൊ അത് വെയിറ്റ് കൂടുമ്പോൾ ഗ്രാവിറ്റേഷണലി ഉള്ള ഇൻവേർട്ട് പുള്ള് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ടു ഹീലിയം ന്യൂക്ലിയർ ഫ്യൂഷൻ കൂടുതൽ റേറ്റിൽ നടക്കും. കാരണം ഈ ഇൻവേർട്ട് ഗ്രാവിറ്റേഷണൽ കൊളാപ്സിനെ തടയണമെങ്കിൽ, ഓക്കെ, ഇൻവേഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ, ഇൻവേർട്ട് ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ കൊളാപ്സിനെ തടയണമെങ്കിൽ കൂടുതൽ nuclear fusion നടക്കേണ്ടി വരും. Alright, so this is the reason why the higher mass stars are more luminous. Okay, and lifetime കുറവായിരിക്കുന്നതാണ്. കാരണം ഇത് കൂടുതൽ റേറ്റിൽ ഫ്യൂഷൻ നടക്കുന്നുണ്ട്. They will come to an end. The amount of fuel available for fusion will come to an end. Okay, quite quickly. Okay, അതുപോലെ നമ്മളൊരു 10 solar mass star on the main sequence, നമ്മൾ അതിന്റെ luminosity നോക്കുകയാണെങ്കിൽ it will be 1000 times more luminous than the sun. അതായത് മാസ് 10 times കൂടുതലാണെങ്കിൽ luminosity 1000 times കൂടുതലായിരിക്കും. Alright, so that actually shows that when it's more massive,
they are more luminous, they shine more brightly. Okay. നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ വെരി ഹൈ ലൂമിനസ് സ്റ്റാർസ്, ഓക്കെ, വളരെ ഹൈ ലൂമിനസിറ്റി ഉള്ള സ്റ്റാർസ് എടുക്കുകയാണെങ്കിൽ either they are very large or they should have a very high temperature. Okay, നമ്മൾ മെയിൻ സീക്വൻസ് സ്റ്റാർ എടുക്കുകയാണെങ്കിൽ ഹൈ ലൂമിനോസിറ്റി സ്റ്റാർസ് എന്തായാലും ഹൈ മാസ് ഉള്ള സ്റ്റാർസ് ആയിരിക്കും. ഓക്കെ, കൂടുതൽ മാസ് ഉള്ള സ്റ്റാർസ് ആയിരിക്കും. ഓക്കെ, പക്ഷെ ജനറൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഹൈ ലൂമിനസ് സ്റ്റാർസ് മസ്റ്റ് either be very large or have a very high temperature or even a combination of both. ഓക്കെ, ഒന്നുകിൽ വെരി ലാർജ് ആയിരിക്കണം, അല്ലെങ്കിൽ വെരി ഹൈ ടെമ്പറേച്ചർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് രണ്ടും, ഇതിന്റെ രണ്ടിനും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും. So stars on the top left corner of the main sequence are some thousands of times more luminous than the sun, but they are only about 10 times larger than the sun. Okay, luminosity സണ്ണിനേക്കാളും 1000 മടങ്ങോളം കൂടുതലാണ്. Okay, 1000 കണക്കിന് മടങ്ങ് കൂടുതലാണ്. Alright, but they are only about 10 times larger than the sun. സണ്ണുമായിട്ടുള്ള സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ they are only about 10 times larger than the sun. Okay, അതായത് മാസ് കൂടുതലാണ്, പക്ഷെ അതിന്റെ സൈസ് അത്ര അധികം ഒന്നും കൂടുതലല്ല. ഓക്കെ, ദിസ് ഇസ് ബിക്കോസ് the rough understanding, all right, we can have a rough understanding of this is because more massive stars have a tendency to collapse on itself due to gravity. Okay, അപ്പൊ അതിന്റെ സൈസ് അത്രയൊന്നും കൂടുതലല്ലെങ്കിൽ, റൈറ്റ്, അതിന്റെ സൈസ് ഒന്നും അത്ര സണ്ണിനേക്കാളും അത്ര അധികം ഒന്നും കൂടുതലല്ലെങ്കിൽ, റൈറ്റ്, അതിന്റെ ലൂമിനോസിറ്റി അത്ര ഹൈ ലൂമിനോസിറ്റി നിലനിർത്തണമെങ്കിൽ the temperatures, the surface temperatures must be really high. Right, the surface temperatures must be really high. All right, so from this we can say that the main sequence stars that are more massive than sun must have correspondingly higher temperatures. Okay, അതായത് മെയിൻ സീക്വൻസ് സ്റ്റാർ സണ്ണിനേക്കാളും കൂടുതൽ മാസീവ് ആയിട്ടുള്ള മെയിൻ സീക്വൻസ് സ്റ്റാർസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഓക്കെ, സണ്ണിനേക്കാളും മാസീവ് ആയിട്ടുള്ള മെയിൻ സീക്വൻസ് സ്റ്റാർസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ സൈസ് നോക്കുമ്പോൾ സൈസ് അത്ര ഒന്നും കൂടുതലല്ല. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം അതിന്റെ സർഫസ് ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കണം, അതിന്റെ സർഫസ് ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കണം. ഓക്കെ, അതുപോലെ ലോവർ മാസ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ ലോവർ മാസ് എടുക്കുകയാണെങ്കിൽ വീണ്ടും സൈസിൽ വലിയ വേരിയേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ കാണുന്നത് they should have lower surface temperatures. All right, so you see that മാസിനെ നമുക്ക് അതിന്റെ സർഫസ് ടെമ്പറേച്ചർ ആയിട്ട് ഒരു കോറിലേഷൻ ആണ് കാണാൻ കഴിയുന്നത്. സണ്ണിനേക്കാളും കൂടുതൽ മാസീവ് ആയിട്ടുള്ള സണ്ണാണെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കണം, സണ്ണിനേക്കാളും ലോവർ മാസസ് ആണെങ്കിൽ, റൈറ്റ്, അതിന്റെ സർഫസ് ടെമ്പറേച്ചർ കുറവായിരിക്കണം. Alright, so now you can understand why the main sequence on the HR diagram goes diagonally from upper left to lower right. Okay, ഈ upper left ൽ നിന്ന് lower right ലേക്ക്, ഈ lower right ലേക്ക് മെയിൻ സീക്വൻസ് പോകുന്നതിന്റെ കാരണം ഈ മാസും ടെമ്പറേച്ചറും തമ്മിലുള്ള ഈ കോറിലേഷൻ ആണ്. മാസും ടെമ്പറേച്ചറും സർഫസ് ടെമ്പറേച്ചറും തമ്മിലുള്ള ഈ കോറിലേഷൻ ആണ്. Okay, so the HR diagram is one of the most fundamental tools in astronomy, as it provides a means to determine the many paths that the stars take during their lives from star birth to star death. Okay, നമ്മൾ സ്റ്റാറിന്റെ എവല്യൂഷൻ പഠിക്കുന്ന സമയത്ത് വീണ്ടും HR ഡയഗ്രാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ മെയിൻ സീക്വൻസ് സ്റ്റാറിൽ നിന്ന് സൂപ്പർ ജയന്റിലേക്കോ വൈറ്റ് ഡ്വാർഫ്സിലേക്കോ ഉള്ള ഇവല്യൂഷൻ ഒക്കെ we can represent using this particular technique, okay, using HR diagram. Alright, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റെല്ലാർ ക്ലാസിഫിക്കേഷൻ ഡിസ്കസ് ചെയ്തത് സ്പെക്ട്രൽ ടൈപ്പിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ സ്പെക്ട്രൽ ടൈപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ടെമ്പറേച്ചറിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ HR ഡയഗ്രാം, HR ഡയഗ്രാം നമ്മൾ കണ്ടു. HR ഡയഗ്രത്തിൽ കാണുന്ന സർപ്രൈസിംഗ് ആയിട്ടുള്ള ചില പാറ്റേൺസ്, ആ പാറ്റേൺസിന്റെ മീനിങ്, എന്തൊക്കെ തരം കോറിലേഷൻസ് ആണ് ഇത് കാണിക്കുന്നത്. ഇതിന്റെ HR ഡയഗ്രവും സ്റ്റെല്ലാർ സൈസിനെ കുറിച്ച് എന്താണ് പറയുന്നത്, സ്റ്റെല്ലാർ ലൂമിനോസിറ്റിയെ കുറിച്ചുള്ള കൺക്ലൂഷൻസ് എന്താണ്, അതുപോലെ സ്റ്റെല്ലാർ മാസിനെ കുറിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കി, ഇത്ര കാര്യങ്ങൾ നമുക്ക് ഈ HR ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. So with that, I think we'll conclude the presentation on stellar classification and HR diagram. Thank you.